ആഗ്രഹത്തോട് കൂടിയിട്ട് അദ്ദേഹം ഹിസ് ഹോളിനെസ് ജയപതാക സ്വാമി മഹാരാജിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുകയും ചെയ്തു. 2011 അദ്ദേഹം ഇസ്കോൺ ചൗപാട്ടിയിൽ ഇസ്കോൺ ഡിസയർ ട്രീ ഫോർ കാർത്തിക് യാത്ര ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് പ്രോഗ്രാമിൽ അദ്ദേഹം സേവ അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇസ്കോൺ ചൗപാട്ടിയിൽ തന്നെ 2 കൊല്ലം നീണ്ടു നിൽക്കുന്ന വൈഷ്ണവ ട്രെയിനിങ് അക്കാഡമിയിൽ നിന്ന് അദ്ദേഹം ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും പിന്നീട് ഇസ്കോൺ ട്രിവാൻഡ്രത്തിൽ 5 വർഷം അദ്ദേഹം സെർവ് ചെയ്യുകയുണ്ടായി. അതേപോലെ തന്നെ അദ്ദേഹം TTCയും ഭക്തിശാസ്ത്രി കോഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കറന്റ്ലി അദ്ദേഹം ഇസ്കോൺ ഗുരുവായൂരിൽ സേവ അനുഷ്ഠിക്കുകയാണ്. റീസെന്റ് നമ്മൾ പ്രഭുവിനെ വളരെ നന്നായിട്ട് മനസ്സിലാക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസം മുമ്പ് ഗുരുവായൂരിൽ 5 സക്സസ് സൂത്രങ്ങൾ ഗീതയിൽ നിന്നും എന്ന് പറഞ്ഞ ഒരു കോഴ്സ് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അത് കണ്ടക്ട് ചെയ്യുകയും അതിൽ 300 കുട്ടികളോളം പങ്കെടുക്കുകയും ഈ ഒരു മനോഹരമായിട്ടുള്ള പ്രോഗ്രാമിലൂടെ 300 കുടുംബങ്ങളിൽ ഭഗവത്ഗീതയുടെ മെസ്സേജ് അദ്ദേഹത്തിന് നന്നായിട്ട് എത്തിക്കാൻ സാധിച്ചിരുന്നു. ആൻഡ് ഈ പ്രോഗ്രാം നടത്തിയിരുന്നത് ഹിസ് ഹോളിനെസ് ഭക്തി വിനോദ് മഹാരാജിന്റെ ഗൈഡൻസിലായിരുന്നു. ആൻഡ് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അദ്ദേഹം ഫേസ്ബുക്കിൽ ഇസ്കോൺ ഗുരുവായൂരുടെ പേജിൽ അദ്ദേഹം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 7:45 ഭാഗവത ശ്രവണോത്സവം എന്നുള്ള പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുകയും അതിലൂടെ കേരളത്തിലെ ഒരുപാട് പേരുമായിട്ട് ഇപ്പം നന്നായിട്ട് നമ്മുടെ ശ്രീല പ്രഭുപാദജിയുടെ മെസ്സേജ് അദ്ദേഹത്തിന് വളരെ ഭംഗിയായിട്ട് കേരളത്തിലെ ഒരുപാട് കുടുംബങ്ങളിലേക്ക് കണക്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇനി അധികം സമയം എടുക്കാതെ ഇസ്കോൺ അവതാരി ദേശിലെ എല്ലാ സീനിയർ ആയിട്ടുള്ള വൈഷ്ണവരുടെയും അനുഗ്രഹത്തോടു കൂടിയിട്ട് ഞാൻ അദ്ദേഹത്തെ വിനീതമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. May I humbly request all the wonderful Vaishnavas to lovingly and loudly chant 3 times Hare Krishna Mahamantra and let us welcome Prabhuji. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Krishna, Krishna Hare Hare, Hare Rama, Hare Rama, Rama Rama. Over to you, Prabhuji. Hare Krishna Prabhu, Dandath. നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ 5 സക്സസ് സൂത്രങ്ങൾ, ഒരു സൂത്രം സക്സസ് ആയത് എല്ലാം അവതാരി ദേശത്തിന്റെ ഭക്തരുടെ കൃപ കൊണ്ടാണ്. പ്രഭു എല്ലാത്തിനും ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു. ഒരുപാട് ഭക്തജനങ്ങൾ അവിടെ നിന്ന് ഒരുപാട് ഹെൽപ്പ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് എന്ന് പറയുന്ന പ്രോഗ്രാം നല്ല രീതിയിൽ വിജയിച്ചത്. സോ എന്നെന്നും ഞാൻ അതിന് കടപ്പെട്ടിരിക്കുന്നു. കാരണം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നപ്പോൾ തുടക്കത്തിലായിരുന്നു, നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്നും തുടങ്ങിയിട്ടില്ല. ഒരു ഫസ്റ്റ് എൻഡവർ അവിടെ നിന്നാണ് തുടങ്ങിയത്. സോ എറ്റർണലി ഞാൻ ഒരിക്കലും അവതാരി ദേശിലെ ഭക്തജനങ്ങളെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഐ എം വെരി ഡീപ്ലി ഇൻഡെപ്റ്റഡ് ടു ഈച്ച് ആൻഡ് എവറി ഡിവോട്ടി ഓഫ് അവതാരി ദേശ്. പിന്നെ ഇന്നത്തെ ഈ സത്സംഗത്തിൽ വിളിച്ചത് എന്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. സോ ഐ എം വെരി മച്ച് ഗ്രേറ്റ്ഫുൾ to each and every devotee of Avadari Desh, especially Sarva Palaka Prabhu. Prabhu is like my very close friend and brother. He always gives good advices, good suggestions, and shares wonderful experiences. So he always motivates me. I'm very much grateful to him. To each and every devotee also who is part of Avadari Desh. നമുക്ക് ഇന്നത്തെ ഭഗവത്ഗീതയുടെ ആ ഒരു സെക്ഷനാണ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. Prabhu, can I begin, Prabhu? Yes, Prabhuji, please. Yes, Prabhu. Prabhu, till 8:30 we have time, correct, Prabhu? Yeah. 9:30. 9:30 Indian time, correct, Prabhu? 9:30 Indian time. 9:30 Indian time. Yes, Prabhu. So we'll begin. So ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ചാ വിഷയം പൊതുവെ ഞാൻ ടോപ്പിക് പ്രഭുവിന് അയച്ചിരുന്നു. ശരീരബോധത്തിൽ നിന്ന് രക്ഷപ്പെടും. പൊതുവെ നമ്മൾ മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലൊക്കെ കേൾക്കാറുണ്ട്, മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക. എന്നാലും ശ്രീല പ്രഭുപാദി എപ്പോഴും പറയും,
നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് ഒരു ബാഡ് ബാർഗെയിൻ എന്നാണ് പറയുന്നത്. എന്താണ് ഈ ബാഡ് ബാർഗെയിൻ ഉദ്ദേശിക്കുന്നത്? ഒരു നഷ്ട കച്ചവടമാണെന്നാണ്. എന്താണ് ഈ നഷ്ട കച്ചവടം ഉദ്ദേശിക്കുന്നത്? അതായത് അത്രയധികം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇല്ല. ഇനി ഇതിനെ വിറ്റ് കാശാക്കുമെന്ന് നോക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് ലാഭമുള്ള കാശും കിട്ടത്തില്ല. അങ്ങനെയുള്ള ഒരു വസ്തുവാണ് ഈ ശരീരം എന്ന് പറയുന്നത്. അതുകൊണ്ട് യൂട്ടിലിറ്റി ഈസ് ദ പ്രിൻസിപ്പൽ എന്നൊരു തത്വം നമ്മളെ ശ്രീല പ്രഭുപാദി പഠിപ്പിച്ചിട്ടുണ്ട്. ആ യൂട്ടിലിറ്റി ഈസ് ദ പ്രിൻസിപ്പൽ എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ശരീരത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ശരീരത്തെ നമ്മുടെ മോക്ഷത്തിലേക്ക് എത്തിക്കാൻ പറ്റും. എന്നാൽ പൊതുവെ പരിശുദ്ധ ഭക്തരൊക്കെ ആ ഒരു തത്വത്തിൽ ഉറച്ചു നിന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരവരുടെ ജീവിതമൊക്കെ നയിക്കുന്നത്. അത് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ ട്രൈ ചെയ്യാം. അന്നേരം 6ാമത്തെ അധ്യായമായിട്ടുള്ള ധ്യാന യോഗമാണ് ആ ഒരു സെക്ഷനാണ് നമ്മൾ എടുക്കുന്നത്. അന്നേരം എല്ലാവരും ഭഗവത്ഗീത ഉണ്ടെങ്കിൽ അതൊന്ന് എടുക്കാം, ആ ശ്ലോകം ഒന്ന് വായിക്കാം. കാരണം പ്രധാനമായിട്ടും നമ്മൾ ശ്രീല പ്രഭുപാദ്ജിയുടെ 6ാമത്തെ അധ്യായത്തിലെ 47ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് ഈ അധ്യായത്തിലെ പല പല ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു മ്യൂട്ടായി. പ്രഭു മ്യൂട്ടായി. ഹരേ കൃഷ്ണ. ഇപ്പം കേൾക്കാം പ്രഭു? യെസ് പ്രഭു, കേൾക്കാം. ഓക്കെ ഓക്കെ. സോ 6ാമത്തെ അധ്യായത്തിലെ 47ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വി വിൽ ബിഗിൻ വിത്ത് ദിസ് വേഴ്സ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. അഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭഗവത്ഗീതയിലെ 40ാമത്തെ ശ്ലോകം. യോഗിനാമപി സർവേഷാം മദ്ഗതേ അന്തരാത്മനാം ശ്രദ്ധാവാൻ ഭജതേ യോമാം സമയയുക്തതമോ മത. എന്നിട്ട് പൊതുവെ നമ്മൾ ഭക്തർ എപ്പോഴും ഈ ഒരു ശ്ലോകം പലപ്പോഴും കോട്ട് ചെയ്യാറുണ്ട്. ഏത് സമയത്താണ്? പൊതുവെ യോഗ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു ടോപ്പിക് വരുമ്പോൾ നമ്മൾ ഈ ഒരു ശ്ലോകത്തെ ഉപയോഗിച്ചിട്ട് നമ്മൾ പറയും, യോഗ ഇറ്റ്സ് നോട്ട് ഫോർ ദിസ് പർട്ടിക്കുലർ ഏജ്. ഈ ഒരു കാലയളവിൽ നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു പ്രക്രിയ അല്ല യോഗ. പക്ഷെ ഈ യോഗ എന്ന് പറയുന്നത് അത് ഇപ്പോഴത്തെ യുഗത്തിലല്ല, സത്യയുഗത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അന്നേരം അതിനെക്കുറിച്ചാണ് നമ്മൾ ശ്രീല പ്രഭുപാദ്ജിയുടെ പർപ്പട്ടിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവം എന്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് എല്ലാ യോഗികളിൽ വെച്ച് അത്യുത്തമ യോഗിയും എന്നോട് ദൃഢമായ യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവനും. ഇതാണ് എന്റെ അഭിപ്രായം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു. അന്നേരം പർപ്പട്ട് നമ്മൾ ക്ലാസിന്റെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അന്നേരം നമുക്ക് വി വിൽ ബിഗിൻ വിത്ത് ദ പ്രേയേഴ്സ് ഓൾസോ. ഓം അജ്ഞാനതിമിരന്ദസ്യ ജ്ഞാനാഞ്ജനാശ്ലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ മുഖം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യം ഈശ്വരം. അന്നേരം ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്, ആരാണോ എന്നിൽ പൂർണ്ണ വിശ്വാസത്തോടുകൂടി എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കും, അതുകൂടാതെ ഭക്തിയുത സേവനവും ചെയ്യും. അന്നേരം ഇതിൽ 4 കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വിശ്വാസം വേണം, ദൃഢമായിട്ടുള്ള വിശ്വാസം. എപ്പോഴും ഭഗവാനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ജീവിതമായിരിക്കണം. അതായത് എന്നിൽ തന്നെ നിലകൊള്ളുകയും ബേസ് എപ്പോഴും ഭഗവാനായിരിക്കണം. 3ാമത് എന്താണ്? എപ്പോഴും എന്നെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കണം, അതുകൂടാതെ ഭക്തിയുത സേവനവും ചെയ്യും. അന്നേരം ഇങ്ങനെയുള്ള വ്യക്തികളാണ് യോഗികളിൽ വെച്ച്
ഏറ്റവും ഉത്തമമായിട്ടുള്ള യോഗി എന്ന് നമ്മൾ ചർച്ച ചെയ്യും. അന്നേരം പലപ്പോഴും യോഗ എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്തരെ സംബന്ധിച്ചിടത്തോളം യോഗ നമ്മുടെ ഭക്തിയായിട്ട് ബന്ധമില്ലെന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും. പിന്നെ പുറം ലോകത്തിലുള്ള അഷ്ടാംഗ യോഗികൾ അവർ വിചാരിക്കും യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മാത്രമാണ് എന്നും വിചാരിക്കും. ഇനി യോഗ ആസനങ്ങൾ പഠിപ്പിക്കുന്ന വ്യക്തികളും അവരും വിചാരിക്കുന്ന എന്താണ്, യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസനങ്ങളാണ്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവത്ഗീതയിൽ ഇതേ അധ്യായത്തിൽ തന്നെ ഭഗവാൻ ഇതിനു മുമ്പേ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഞാൻ ആ ശ്ലോകം പറയാം. 6.46, അതായത് ഇതിന് തൊട്ടു മുമ്പേ ഉള്ള ശ്ലോകത്തിൽ അതിൽ എന്താണ് പറയുന്നത്? തപസ്സിഭ്യോ അധികോ യോഗി ജ്ഞാനിഭ്യോ അഭിമതോ അധിക കർമ്മിഭ്യാസ് അധികോ യോഗി തസ്മാത് യോഗി ഭവാർജുന. ഇതിൽ എന്താ പറയുന്നത്? തപസ്യേക്കാൾ ശ്രേഷ്ഠനത്രേ യോഗി, ജ്ഞാനികളെക്കാളും ഫലേച്ഛയോടെ കർമ്മം ചെയ്യുന്നവരെക്കാളും ശ്രേഷ്ഠനാണ് അദ്ദേഹം. അതുകൊണ്ട് അല്ലയോ അർജുന, ഏതു സാഹചര്യത്തിലും യോഗത്തിൽ ഉറച്ചു നിൽക്കുക എന്നാണ്. ഇൻട്രസ്റ്റിംഗ്ലി ഈ ഒരു ശ്ലോകം വരുന്നത് ഇതേ അധ്യായത്തിൽ തന്നെ വേറൊരു ശ്ലോകമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ശ്ലോകമാണ്. പൊതുവെ നമ്മൾ പ്രചരണം ചെയ്യുമ്പോൾ ആരെങ്കിലും യോഗയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ സാധാരണ ഈ 2 ശ്ലോകമാണ് കൂട്ടുന്നത്. എന്താണ്? അതായത് ഭഗവത്ഗീതയിലെ 6-ാമത്തെ അധ്യായത്തിലെ 26-ാമത്തെ ശ്ലോകം എല്ലാവരും ഒന്ന് എടുത്തു നോക്കണേ. ഈ ശ്ലോകമാണ് നമ്മൾ പൊതുവെ കോട്ട് ചെയ്യാറുള്ളത്. അതായത് ക്ഷമിക്കണം, ആ ഒരു ശ്ലോകമല്ല. അതായത് നമ്മുടെ മനസ്സ് ചഞ്ചലമാണ് എന്ന് പറയുന്ന ആ ഒരു ശ്ലോകം. പ്രഭു, എനി ഐഡിയ ആസ് ടു ഏത് ശ്ലോകമാണെന്നത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ചഞ്ചലം ഹി മന കൃഷ്ണ, അതാണ് പ്രഭുജി. പ്രഭു, ചഞ്ചലം എത്രാമത്തെ ശ്ലോകമാണ് പ്രഭു? പ്രഭു 634 ആണ്, ചെക്ക് ചെയ്യൂ പ്രഭു. 34 അല്ലേ പ്രഭു? 34 or 36? യെസ് 34 ആണ് പ്രഭു, കറക്റ്റ്. അന്നേരം ചഞ്ചലം ഹി മന കൃഷ്ണ പ്രമാദി ബലവദൃഢം. അന്നേരം ഈ ഒരു ശ്ലോകം നമ്മൾ കോട്ട് ചെയ്യാറുണ്ട്, ലാസ്റ്റ് ശ്ലോകം നമ്മൾ കോട്ട് ചെയ്യാറുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ കോട്ട് ചെയ്തിട്ട് എന്താണ് സാധാരണ പറയുന്നത്? നമ്മുടെ മനസ്സ് എപ്പോഴും ചഞ്ചലമാണ്, അതുകൊണ്ട് യോഗ ഈസ് നോട്ട് ഫോർ ദിസ് പർട്ടിക്കുലർ ഏജ്. ഇത് ഫാക്റ്റ് ആണ്. അന്നേരം യഥാർത്ഥത്തിൽ നമ്മുടെ ശില പ്രഭുപാദ്ജി ഈ ഒരു നമ്മുടെ ഭഗവത്ഗീത എഴുതുന്ന ആ ഒരു ടൈം നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് കൂടുതലും ആസനങ്ങളുടെ പേരിൽ ഒരുപാട് ആസനങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. അതായത് ഫിസിക്കൽ എക്സസൈസ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യോഗ പഠിപ്പിക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ അതേ സമയത്ത് യോഗ എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്തിശാസ്ത്രി ആ ഒരു സെക്ഷനിലേക്കൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ യോഗ ലാഡറിനെ കുറിച്ച് പഠിക്കും. അന്നേരം യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ അധ്യായത്തിൽ ഇന്നത്തെ ശ്ലോകത്തിലെ ആ ഒരു ഭാവാർത്ഥത്തിൽ തന്നെ പറയുന്നുണ്ട്, പ്രഭുപാദ് പറയുന്നുണ്ട്, യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തയോഗി തന്നെ. ഭക്തി യോഗി ആണ് യഥാർത്ഥത്തിൽ യോഗി എന്ന് പറയും. അന്നേരം ഈ യോഗയുടെ പല പല ഒരു ക്രമേണ ആ യോഗയുടെ പല പല സ്റ്റേജസിലാണ് ഒരാൾ കർമ്മയോഗി, ജ്ഞാനയോഗി, ഹതയോഗി, ഭക്തിയോഗി എന്ന് പറഞ്ഞു ഉയരുന്നത്. അന്നേരം യോഗ എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും നമ്മുടെ ഭക്തരുടെ ജീവിതത്തിൽ ഒരു അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. അന്നേരം ഇത് യോഗ എന്ന് ഉദ്ദേശിക്കുന്നത് ആസന പ്രക്രിയകളല്ല, അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പക്ഷേ നമ്മുടെ മൈൻഡ് കൺട്രോളിനെ കുറിച്ചൊക്കെ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് യോഗ എന്ന് ഉദ്ദേശിക്കുന്നത്. അന്നേരം ഇപ്പൊ 6.25 പറയുന്നത് നമ്മുടെ മനസ്സ് എപ്പോഴും നമ്മളിൽ തന്നെ കേന്ദ്രീകൃതമായിരിക്കണം, നമ്മൾ നമ്മളെ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. എന്റെ അർത്ഥം എന്താണ്?
നമ്മുടെ ശരീരമല്ല, നമ്മൾ ആത്മാവാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സ് എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കണം. വേറെ ഒന്നിനെ കുറിച്ചും നമ്മൾ ബോധവാനായിട്ടിരിക്കാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ 6.26 പറയുന്നത് എന്താണ്? അതാണ് ഇവിടെ നമ്മുടെ മനസ്സ്. ഭഗവാൻ തന്നെ, അർജുനൻ പറയുന്നതിന് മുമ്പേ തന്നെ ഭഗവാൻ അങ്ങോട്ട് പറയുവാണ്, മനസ്സ് എപ്പോഴും ചഞ്ചലവും അൺസ്റ്റഡിയുമാണ്. പക്ഷെ എന്നാലും നമ്മൾ കേന്ദ്രീകരിക്കുന്ന ആ വിഷയത്തിൽ നിന്നും ഇത് വ്യതിചലിച്ചു പോകുമ്പോഴും ആ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അതുകൂടാതെ മനസ്സെപ്പോഴും 6.27 പറയുന്നത് മനസ്സെപ്പോഴും എന്നിൽ തന്നെ ഉറച്ചു നിർത്തൂ എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? എങ്കിൽ മാത്രമേ ഏറ്റവും ഉയർന്ന പെർഫെക്ഷൻ നമുക്ക് അനുഭവിക്കാൻ പറ്റൂ. പിന്നെ അതുകൂടാതെ 6.28 പറയുന്നു അത്യന്തം സുഖം അശ്നുതേ. അന്നേരം ഭഗവാനെ എപ്പോഴും നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഒരുപാട് സുഖം ലഭിക്കും, ആ ഒരു അനുഭൂതി ലഭിക്കും എന്നും പറയുന്നുണ്ട്. ഇനി 6.29 പറയുന്നത് എന്താണ്? എല്ലായിടത്തും എന്നെ തന്നെ കാണാൻ ശ്രമിക്കൂ, എല്ലാ ജീവജാലങ്ങളിലും എന്നെ കാണാൻ ശ്രമിക്കൂ. അങ്ങനെയുള്ളവർക്ക് 6.30 പറയുന്നത് എന്താണ്? ഞാൻ ഒരിക്കലും അവർക്ക് നഷ്ടപ്പെടത്തില്ല, എനിക്കും അവർ ഒരിക്കലും നഷ്ടപ്പെടത്തില്ല എന്നാണ് പറയുന്നത്. അന്നേരം ഇനി 6.31 നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭജതി എന്നുള്ളൊരു വാക്കാണ് വരുന്നത്. അതായത് ആരാണോ കൃഷ്ണനെയും പരമാത്മാവിനെയും ഒന്നായിട്ട് ദർശിക്കുന്നത് അവർക്ക് ഭജിക്കാൻ പറ്റും ഭഗവാന്റെ തിരുനാമം. അവിടെ ശില പ്രഭുപാദ് പർപ്പട്ടിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അന്നേരം 6.32 പറയുന്നുണ്ട് പെർഫെക്റ്റ് യോഗീസ് അവരെങ്ങനെയാണ് യഥാർത്ഥത്തിൽ യോഗി എങ്ങനെയാണ്? സുഖത്തിലും സന്തോഷത്തിലും ദ്വന്ദ്ങ്ങൾ വരുമ്പോൾ സമചിത്തതയോടുകൂടി അവർക്ക് ഇരിക്കാൻ പറ്റുന്നു എന്നാണ് പറയുന്നത്. അന്നേരം ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭക്തിയുടെ അടിസ്ഥാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ യോഗ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിലപ്പോൾ വിചാരിക്കാറുള്ളത് ആസനങ്ങൾ അതൊക്കെ എന്നുള്ള രീതിയിലാണ്. പക്ഷെ യോഗ എന്ന് പറയുന്നത് നമ്മുടെ ഭക്തിയുടെ ഒരു പ്രോസസ് തന്നെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വ്യക്തി കർമ്മയോഗിയുടെ പാതയിലാണ്, പക്ഷെ യോഗമില്ല എങ്കിൽ അദ്ദേഹം വെറും കർമ്മിയായിട്ട് പോകും. അന്നേരം ജ്ഞാനമുണ്ട് പക്ഷെ യോഗമില്ല. യോഗ എന്ന് പറഞ്ഞാൽ തന്നെ ഭഗവാൻ കൃഷ്ണനാണ്. കൃഷ്ണൻ ഇല്ലെങ്കിൽ അത് പിന്നെ യോഗമല്ല. യോഗം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ എന്താ? ടു കണക്ട് വിത്ത് കൃഷ്ണ. അന്നേരം കർമ്മത്തിൽ കൃഷ്ണൻ ഇല്ലെങ്കിൽ അത് പിന്നെ കർമ്മയോഗയല്ല. ജ്ഞാനത്തിൽ കൃഷ്ണൻ ഇല്ലെങ്കിൽ പിന്നെ അത് ജ്ഞാനയോഗം. ധ്യാനത്തിൽ കൃഷ്ണൻ ഇല്ലെങ്കിൽ അത് പിന്നെ ധ്യാനയോഗമല്ല. അതേപോലെ ഭക്തിയിൽ കൃഷ്ണനുമായിട്ട് കണക്ഷൻ ഇല്ലെങ്കിൽ അത് പിന്നെ ഭക്തിയോഗവും. അന്നേരം പലപ്പോഴും നമ്മൾ ഭക്തർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ, ഇപ്പൊ ഉദാഹരണത്തിന് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് പാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പശുവും പാലാണ്. അന്നേരം അതേപോലെ യോഗ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് ഭക്തി യോഗം തന്നെയായിരിക്കണം. ആ ഭക്തി യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഭക്തിയിൽ ഭഗവാനെ കുറിച്ചുള്ള ഒരു കണക്ഷൻ വേണം. അന്നേരം നമ്മൾ ജപിക്കുമ്പോഴാണെങ്കിലും നമ്മൾ വായിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോഴായിരിക്കും ആ ഒരു സമയത്തും നമ്മൾ ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആണോ? എങ്ങനെയാണ് കണക്റ്റഡ് ആകുന്നത്? നമ്മുടെ മനസ്സിലൂടെ. ആദ്യം നമ്മൾ ബോധത്തെ ആക്സസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായി. അതുകൊണ്ടാണ് ഭഗവാൻ എപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മന്മനാഭവ മദ്ഭക്ത ധ്യാജീമാം നമസ്കുരു, എപ്പോഴും മനസ്സിനെ ആണ് മുൻതൂക്കം കൊടുക്കുന്നത്. അന്നേരം യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്? ഈ മനസ്സിനെ ഉപയോഗിക്കുക നമ്മുടെ ബോധത്തെ കണക്ട് ചെയ്യാൻ വേണ്ടി. അന്നേരം ഈ മനസ്സ് എങ്ങനെ കൺട്രോൾ ചെയ്യണം? അന്നേരം മനസ്സിനെ ഉപയോഗിക്കണമെങ്കിൽ മനസ്സ് വ്യതിചലിക്കുന്ന വിഷയത്തിൽ നിന്ന് നമ്മൾ മനസ്സിനെ പിന്തിരിച്ചു കൊണ്ടുവരണം. അന്നേരം ഈ ഒരു ശ്ലോകം നമ്മൾ ക്രമേണ വായിച്ചു നോക്കിയാലും ഈവൻ ഓരോരോ പർപ്പട്ടിൽ പ്രഭുപാദ് പറയുന്ന ഓരോ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭക്തിക്ക് അടിസ്ഥാനമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിൽ പറയുന്നു. പൊതുവെ നമുക്ക് ഭൗതിക ആഗ്രഹങ്ങളൊക്കെ വരും. അന്നേരം മനസ്സ് ഭൗതിക വിഷയത്തിലൊക്കെ പോകും. അന്നേരം ആ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നൊക്കെ മനസ്സിനെ പിന്തിരിപ്പിക്കണം. ഇതൊക്കെ നമ്മുടെ അടിസ്ഥാനമാണ്. ഇനി 4 യവനിയമങ്ങൾ നമുക്ക് പാലിക്കണം. അന്നേരം ഈ 4 യവനിയമങ്ങൾ പുറമേ മാത്രമല്ലല്ലോ നമ്മൾ പാലിക്കുന്നത്, മനസ്സിൽ പോലും അങ്ങനെ ഒരു ദുഷിച്ച ചിന്തകൾ പാടില്ല. അന്നേരം ഭഗവാന്റെ നാമം ജപിക്കണമെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് പാലിച്ചേ പറ്റൂ.
അന്നേരം യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ തന്നെ സ്വത്താണ്. ഇനി ഈവൻ ശ്രീമദ് ഭാഗവത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ധ്രുവ് മഹാരാജിനെ നോക്കിയാലും നല്ലൊരു ഉത്തമ യോഗിയാണ്. പ്രഹ്ലാദ് മഹാരാജിനെ നോക്കിക്കഴിഞ്ഞാലും ഇത്രയും വലിയ വലിയ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും ദ്വന്ദ്ങ്ങൾ വരികയാണ്, പല രീതിയിലുള്ള ദുഃഖ സാഹചര്യങ്ങളൊക്കെ വരികയാണ്, വളരെ ജീവന് വരെ ഹാനി സംഭവിക്കുന്ന രീതിയിലുള്ള പ്രത്യാഘാതം വരുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വരികയാണ്. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന്റെ മനസ്സ് ചഞ്ചലമാകുന്നില്ല. അദ്ദേഹം ഭഗവത് സ്മരണയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. നാരദ മഹർഷിയെ നോക്കിക്കഴിഞ്ഞാലും ഇനി എല്ലാവിധ നമ്മുടെ ഭീഷ്മരെ നോക്കിക്കഴിഞ്ഞാലും എല്ലാവിധ ആ ഒരു സാധകൻ എങ്ങനെ ഇരിക്കണം. അന്നേരം നമ്മളൊക്കെ നമ്മുടെ രാഗാനുഭക്തി എന്നുള്ള ആ ഒരു ലെവലിൽ എത്തിയില്ലെങ്കിലും നമ്മൾ വൈദി ഭക്തിയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, സാധനാഭക്തി. ഈ സാധനാഭക്തി ഉറച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ യോഗം അവിടെ വേണം. യോഗം എന്ന് പറഞ്ഞാൽ ഉടനെ ആസനങ്ങൾ, പ്രക്രിയകൾ, അതൊക്കെ ആസന പ്രാണായാമം അതൊക്കെ ചെയ്യുന്നത് ഉത്തമമാണ്, നല്ലതാണ്. പക്ഷെ അത് അത്യാവശ്യമാണെന്നല്ല, പക്ഷെ മനസ്സിന് നിയന്ത്രണം വേണം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് ശില പ്രഭുപാദജി ഒരിക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഭക്തൻ വന്നിട്ട് പറഞ്ഞു, പ്രഭുപാദ് ജപിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, മനസ്സിങ്ങനെ ചഞ്ചലമായിട്ട് പോകുന്നു, പല പല സൈഡിലും ഡയറക്ഷനിലേക്കും ഇങ്ങനെ പോകുന്നു. അന്നേരം ശില പ്രഭുപാദജി പറഞ്ഞു, ജപിക്കുമ്പോൾ മനസ്സിന്റെ ആവശ്യമില്ലല്ലോ, നാവ് കൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കുക, ചെവി കൊണ്ട് ശ്രവിക്കുക, ഇത്രയേ ഉള്ളൂ, അവിടെ മനസ്സ് വരുന്നില്ലല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? ആ മനസ്സിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്നതിന്റെ അർത്ഥം തന്നെ എന്താണ്? മനസ്സിനെ കൺട്രോൾ ചെയ്യുക എന്നാണ്. മനസ്സ് മറ്റു വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ മനസ്സ് എവിടെ ഇരിക്കണം? നാമത്തിൽ ഇരിക്കുക, നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ആ ശബ്ദത്തിൽ ഫോക്കസ് ചെയ്യുക, ചെവി കൊണ്ട് കേൾക്കുന്നത് നമ്മൾ അവിടെ മനസ്സിനെ വെക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് പല പല കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പറയും, ചില വ്യക്തികൾ പറയാറ് എനിക്ക് മനസ്സില്ല എന്ന് പറയും. അതിന്റെ അർത്ഥം എന്താണ്? മനസ്സ് ആ ഒരു വിഷയത്തിലേക്ക് ഇടാൻ താല്പര്യമില്ല. അന്നേരം ഇതിനു മുമ്പേ ഒരു ടോക്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് പൊതുവെ ഭക്തിയിൽ പുരോഗമിക്കാൻ നമുക്ക് ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് ആലസ്യമാണ്, അലസതാ മനോഭാവം. ഈ അലസത എന്ന് പറയുന്നത് മനസ്സിന്റെ അലസതയാണ്. മനസ്സിനാണ് അലസത വരുന്നത്. അന്നേരം ഈ മനസ്സിന്റെ അലസത നമ്മൾ മാറ്റാതെ ഭക്തിയിൽ പുരോഗമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ചിന്തിക്കാനും ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ നമുക്ക് പൊതുവെ മടിയാണ്. അന്നേരം ഉദാഹരണത്തിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞ പക്ഷം ഒരു ദിവസം 60,000 ചിന്തകളാണ് വരുന്നത് ഓൺ ആൻ ആവറേജ്. അന്നേരം ഈ 60,000 ചിന്തകളിൽ വെച്ച് മൂന്നിലെ ഒരു ഭാഗം, ഈ 60,000 ചിന്തകളിൽ നിന്ന് 3 സെക്ഷനിൽ നിന്ന് ഒരു സെക്ഷൻ, 1/3 തോട്ട്സ്, 60,000 തോട്ട്സിൽ നിന്ന് കുറഞ്ഞ പക്ഷം ഒരു 20,000 തോട്ട്സ് നമ്മൾ ഏതൊരു വിഷയത്തിലേക്ക് ഇടുന്നോ ആ ഒരു വിഷയത്തിൽ നമുക്ക് തീർച്ചയായിട്ടും സക്സസ് ലഭിക്കുന്നതാണ്. അത് റിയാലിറ്റിയിലേക്ക് എത്താൻ പോവുകയാണ്. അന്നേരം നമ്മൾ ഒരു ദൈനംദിന ജീവിതത്തിൽ 24 hours നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു 1/3 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു 8 hours. അന്നേരം നല്ല പോലെ ക്വാളിറ്റി ടൈം നമ്മുടെ മനസ്സിൽ ഭഗവത് ചിന്തകളെ കുറിച്ച് ഇടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് റിയാലിറ്റിയിലേക്ക് എത്തും എന്ന് പറയുന്നത് അത് അത്ര അത്ഭുതമല്ല. അത് എന്തായാലും റിയാലിറ്റിയിലേക്ക് എത്തും. കാരണം നമ്മുടെ ചിന്തകൾ തന്നെയാണ് റിയാലിറ്റിയിലേക്ക് എത്തുന്നത്. ചിന്തകൾ എന്തായാലും അത് യാഥാർത്ഥ്യമായിട്ട് മാറും. മനസ്സിന് ഒരുപാട് പ്രാധാന്യതയുണ്ട്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ തന്നെ വീണ്ടും വീണ്ടും മനസ്സിനെ കുറിച്ച് വീണ്ടും ശ്ലോകങ്ങൾ എടുത്തു വരുന്നത്. ഇനി ഭഗവത്ഗീത പറയുന്നത് തന്നെ യോഗശാസ്ത്രം എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ യോഗ, യുക്തം എന്ന വാക്കുകൾ വീണ്ടും വരുന്നത് ഭഗവത്ഗീതയിലാണ്. യോഗ എന്നുള്ള വാക്ക്, യുക്തം എന്നുള്ള വാക്ക്, യുക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നല്ലതുപോലെ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു, യോഗയുക്തം. അന്നേരം ഇതൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജപിക്കുമ്പോഴായാലും വായിക്കുന്ന സമയത്തും നമ്മുടെ മനസ്സ് അവിടെ തന്നെയാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തും.
നമ്മുടെ മനസ്സ് അതിലല്ലെങ്കിൽ, ഫോക്കസ്ഡ് ആയിട്ടുള്ള ജപമല്ല, ഫോക്കസ്ഡ് ആയിട്ടുള്ള റീഡിംഗ് അല്ല എങ്കിൽ നമുക്ക് ആ ഒരു റീഡിംഗ് കൊണ്ടോ ജപം കൊണ്ടോ അത്രത്തോളം റിസൾട്ട് കിട്ടും എന്നത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ രണ്ട് വ്യക്തികളായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ, വണ്ടികളും അത് വാഹനങ്ങള് പല പല സൗണ്ടും ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മൾ വളരെയധികം ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ കൂട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് എങ്കിൽ ചുറ്റും പലതും നടന്നാലും നമ്മൾ അതൊന്നും കേൾക്കത്തില്ല. എല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷെ കേൾക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മുടെ മനസ്സ് ഇവിടെ മാത്രമാണ്. ഇനി നമ്മൾ അർജുന്റെ കാര്യവും നമ്മൾ പഠിച്ചു. ഇത് നമ്മൾ മഹാഭാരതത്തിലൊക്കെ അറിയാവുന്ന കാര്യമാണ്. അർജുൻ പലതും കാണുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. അർജുന്റെ മനസ്സ് ആ ഒരു കിളിയുടെ കണ്ണിലാണ്. അന്നേരം അതേപോലെ നമ്മുടെ മനസ്സിനെ ഏതെങ്കിലും ിലേക്ക് നമുക്ക് കേന്ദ്രീകരിക്കാൻ പറ്റും. അന്നേരം അങ്ങനെ നമ്മൾ ഭഗവാന് വേണ്ടി നമ്മുടെ മനസ്സ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ക്രമേണ ക്രമേണ ക്രമേണ. അങ്ങനെ നമ്മൾ മനസ്സ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ അന്തിമ റിസൾട്ടാണ് സ്മരണ എന്ന് പറയുന്നത്. ഈ സ്മരണ എന്ന് പറയുന്നത് നമുക്ക് സ്വയം ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എത്രത്തോളം നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി വ്യാപൃതമാക്കിയിട്ടുണ്ടോ ജീവിതകാലം മുഴുവൻ, മനസ്സ് എത്രത്തോളം ഭഗവാനിൽ ഫോക്കസ്ഡ് ആയിട്ട് നിർത്തിയിട്ടുണ്ടോ, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭഗവാൻ തരുന്ന കാരുണ്യമാണ് സ്മരണ എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ ഭഗവാന് വേണ്ടി നമ്മുടെ മനസ്സൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് സ്മരണ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അന്നേരം അതാണ് നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് കുറച്ചും കൂടെ മനസ്സിലാക്കുന്നത്. അന്നേരം ഈ 6 പോയിന്റ് ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു. പൊതുവെ അർജുൻ പറയുകയാണ്, ഈ ഒരു യോഗത്തിന്റെ മാർഗം, അങ്ങ് പറഞ്ഞു തന്ന യോഗത്തിന്റെ മാർഗം വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണെന്ന് പറയുന്നു. അന്നേരം പലപ്പോഴും നമ്മൾ ഈ ഒരു ശ്ലോകം പറഞ്ഞിട്ടാണ് പറയുന്നത് യോഗ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, എസ്പെഷ്യലി ഇറ്റ്സ് നോട്ട് ഫോർ ദിസ് ഏജ്. ഡെഫിനറ്റ്ലി പ്രഭുപാദും അത് തന്നെയാണ് പറയുന്നത്. പക്ഷെ പ്രഭുപാദിന്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. കാരണം ആ ഒരു സമയത്ത് പ്രീച്ചിങ് നടക്കുമ്പോൾ യോഗയുടെ പേരിൽ കൂടുതൽ കൂടുതൽ ആസനങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത് ആ ഒരു സ്പിരിച്വൽ എലിവേഷന് വേണ്ടി പരിശ്രമിക്കാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരുപാടുണ്ട്. അന്നേരം യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശില പ്രഭുപാദ്ജി പർപ്പട്ടിൽ അടുത്ത ശ്ലോകങ്ങളിലൊക്കെ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് ഡിഫിക്കൽട്ട് ആണ് കൺട്രോൾ ചെയ്യാൻ. പക്ഷെ 6.35 ശ്ലോകത്തിൽ നമ്മൾ ഭഗവാൻ കൃഷ്ണൻ എന്താണ് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നത് അസംശയ മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം. വളരെ ഡിഫിക്കൽട്ട് ആണ് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ. പക്ഷെ എന്നാലും അഭ്യാസേന തു കൗന്തെയ വൈരാഗ്യേന ച ഗ്രഹ്യതേ. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ബൈ കോൺസ്റ്റന്റ് പ്രാക്ടീസ് ആൻഡ് ബൈ ഡിറ്റാച്ച്മെന്റ് യു ഹാവ് ടു കൺട്രോൾ ദ മൈൻഡ് എന്നാണ് പറയുന്നത്. സംഹൗ ഓർ ദി അതർ നമ്മൾ എങ്ങനെയെങ്കിലും ആ ഒരു മനസ്സിനെ നിയന്ത്രിച്ചേ പറ്റൂ എന്നാണ് പറയുന്നത്. ഇനി മുന്നോട്ടുള്ള ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? അടുത്ത ശ്ലോകത്തിൽ തന്നെ ഭഗവാൻ പറയുന്നത് എന്താണ്? മനോനിയന്ത്രണമില്ലാത്തവന് ആത്മസാക്ഷാത്കാരം പ്രയാസമേറിയതാണ്. മനസ്സിനെ കീഴടക്കി വേണ്ടും വിധത്തിൽ ശ്രമിക്കുന്നവനാകട്ടെ അതിൽ വിജയം നിശ്ചയമാണെന്ന്. ഇതാണ് എന്റെ അഭിപ്രായം എന്ന് ഭഗവാൻ പറയുന്നു. അന്നേരം ഉടനെ അടുത്ത ശ്ലോകത്തിൽ എന്താണ് അർജുൻ ചോദിക്കുന്നത്? അഥവാ ഇങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വ്യക്തി നിർഭാഗ്യവശാൽ ആ ഒരു ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയുകയാണെങ്കിൽ അവരുടെ ഡെസ്റ്റിനേഷൻ എന്തുവാണെന്നാണ് അർജുൻ ചോദിക്കുന്നത്. അന്നേരം ഭഗവാൻ പറയുന്നത് എന്താണ്? അവർ നല്ല പുണ്യ ലോകങ്ങളിലൊക്കെ സഞ്ചരിച്ച് അവിടെയെല്ലാം ജീവിച്ച് പുണ്യമെല്ലാം തീരുമ്പോ എന്താവും? താഴെ വരുമ്പോൾ നല്ല ഉയർന്ന കുടുംബത്തിൽ ജനിക്കുകയും ആ എവിടെയാണോ ആ യോഗ മാർഗം തീരുന്നത് അവിടുന്ന് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അവിടെ ശില പ്രഭുപാദി പർപ്പട്ടിൽ എടുത്തു പറയുന്നുണ്ട്, അതായത് എനിക്കും എൻ്റെ സ്പിരിച്വൽ മാസ്റ്ററിനും അങ്ങനെ ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. അന്നേരം പലപ്പോഴും നമ്മൾ യോഗ എന്ന് പറയുമ്പോൾ ഭക്തിയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ അത് നമ്മുടെ തന്നെയാണ്, അത് മറ്റാരുടെയല്ല. നമ്മുടെ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതൊക്കെ ഭക്തിയുടെ തന്നെ പ്രോസസ്സാണ്. അന്നേരം ഈ യോഗ എന്ന് പറയുന്നത് ഒരു വഴിയാണ്.
അന്നേരം ആ ഒരു വഴിയിൽ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് എത്തുന്ന ഓരോ ജംഗ്ഷൻസ് ആണ് കർമ്മയോഗി, ജ്ഞാനയോഗി, ഹതയോഗി. ഒടുവിൽ ആ ഒരു യോഗത്തിന്റെ നമ്മൾ പരിപൂർണ പക്വ അവസ്ഥയിൽ എത്തുമ്പോൾ അതിന് എന്താ പറയുന്നത്? ഭക്തയോഗി എന്ന്. അന്നേരം ഈ യോഗത്തിന്റെ മാർഗത്തിൽ സഞ്ചരിച്ച് ചിലപ്പോൾ ചില വ്യക്തികൾ കർമ്മയോഗത്തിൽ തന്നെ അങ്ങ് സ്റ്റോപ്പ് ആവും. അവരെയാണ് കർമ്മയോഗി എന്ന് പറയുന്നത്. അത് ശ്രീല പ്രഭുപാദ് അവസാനത്തെ പർപ്പോട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ചില വ്യക്തികൾ, ഹരേ കൃഷ്ണ, ചില വ്യക്തികൾ ജ്ഞാനത്തിന്റെ മാർഗത്തിൽ ജ്ഞാനയോഗ എന്നുള്ള ഒരു സെക്ഷനിലേക്ക് സ്റ്റോപ്പ് ആവും. മുന്നോട്ട് പുരോഗമിക്കാൻ താല്പര്യമില്ലാത്തവർ അവരും എന്താണ്? ജ്ഞാനയോഗികൾ എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ആവും. ഇനി അടുത്ത ഹതയോഗികൾ എന്ന് പറയുമ്പോൾ എന്താണ്? അവർ ആ ധ്യാനത്തിന്റെ ആ ഒരു സെക്ഷനിലേക്ക് അവിടെ തന്നെ സ്റ്റോപ്പ് ആവും. പിന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. പക്ഷെ അടുത്ത ലെവലിലേക്ക് എത്തുന്നവരാണ് പുരോഗമിച്ചിരിക്കുന്നത്. അന്നേരം ഭക്തയോഗി എന്ന് പറയുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ഒരു കർമ്മയോഗിയും കൂടാണ്, ജ്ഞാനയോഗിയും കൂടാണ്, ഹതയോഗിയും കൂടാണ്. ഇതാണ് നമ്മൾ ഉറച്ചിരിക്കുന്നത്. അന്നേരം ഒരു കർമ്മയോഗിയുടെ ക്വാളിഫിക്കേഷൻസ് നാച്ചുറലി ഒരു ഭക്തയോഗിയിൽ കാണും. എന്താണ്? അറ്റാച്ച്മെന്റ് ഇല്ലാതെ പ്രവർത്തിക്കുക. ഒരു ജ്ഞാനയോഗിയുടെ ക്വാളിറ്റീസും ഒരു ഭക്തനിൽ കാണും. എന്താണ്? ജ്ഞാനവും വൈരാഗ്യവും കാണും. നോളജും ഉണ്ട്, ഡിറ്റാച്ച്മെന്റും ഉണ്ട്. ഇനി ഒരു ധ്യാനയോഗിയുടെ ഒരു പക്വാവസ്ഥയുണ്ട്. ഭഗവാനെ ധ്യാനിക്കും, ഭഗവാനെ മെഡിറ്റേറ്റ് ചെയ്യും, കണ്ടംപ്ലേറ്റ് ചെയ്യും. വേറൊരു ഭൗതിക ഡീവിയേഷൻസും ഇല്ലാതെ ഭഗവാന്റെ തിരുനാമമൊക്കെ ജപിക്കാൻ പറ്റും. അതിന്റെ പക്വ അവസ്ഥയിലാണ് ഭക്തി വികസിച്ചു വരുന്നത്. ആ ബീജം, ഭക്തിലതാ ബീജം പൂർണ്ണ പക്വ അവസ്ഥയിൽ എത്തുന്നത് ഭക്തി യോഗത്തിലാണ്. അന്നേരം ഈ ബാക്കിയുള്ള യോഗം എന്ന് പറയുന്നത്, അത് ശ്രീല പ്രഭുപാദ് എടുത്തു പറയുന്നുണ്ട്, ഫാക്ച്വലി ഭക്തി യോഗ ഈസ് ദ അൾട്ടിമേറ്റ് ഗോൾ, ബട്ട് ടു അനലൈസ് ഭക്തി യോഗ മൈന്യൂട്ട്ലി വൺ ഹാസ് ടു അണ്ടർസ്റ്റാൻഡ് അതർ യോഗാസ് എന്നാണ് പറയുന്നത്. അതായത് ഭക്തി യോഗ അന്തിമ ലക്ഷ്യമാണ്. പക്ഷെ ഭക്തി യോഗത്തെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരാൾ ബാക്കിയുള്ള യോഗ പ്രക്രിയകളൊക്കെ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം എന്നാണ് ശ്രീല പ്രഭുപാദ് പറഞ്ഞത്. കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിസ്ഥാനമാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ബാക്കിയുള്ള എല്ലാ പാതയിലൂടെയും പോകണമെന്നാണോ? അതായത് ശ്രീല പ്രഭുപാദ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, a devotee should know something of everything. Devotee is daksha എന്ന് പറഞ്ഞ എക്സ്പെർട്ട് ആണ്. He should know something of everything. അന്നേരം നമ്മൾ ഡയറക്ട്ലി യഥാർത്ഥത്തിൽ യോഗ എന്ന് പറയുന്നതിന്റെ ആ ഉദ്ദേശം, യോഗ ലാഡർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ യോഗത്തിന്റെ മാർഗം. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അത് കാരണം അവർ വഴിതെറ്റി പോവുകയാണ്. കാരണം കർമ്മയോഗത്തിലുള്ളവർക്ക് അറിഞ്ഞുകൂടാ കർമ്മയോഗത്തിന്റെ ലക്ഷ്യം എന്താണ്. ജ്ഞാനയോഗത്തിന്റെ വ്യക്തികൾക്കും അറിഞ്ഞുകൂടാ ജ്ഞാനയോഗത്തിന്റെ അന്തിമ ലക്ഷ്യം എന്തിനാണ്. ധ്യാനയോഗികൾക്കും പലപ്പോഴും അറിയാൻ പറ്റുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് ലക്ഷ്യം അറിയാൻ പറ്റുന്നില്ല? അവിടെ യോഗയില്ല. ഒരു ഭക്തന് മാത്രമേ ഒരു നല്ലൊരു കർമ്മയോഗിയാവാൻ പറ്റൂ. ഒരു ഭക്തന് മാത്രമേ നല്ലൊരു ജ്ഞാനയോഗിയാവാൻ പറ്റൂ. ഒരു ഭക്തന് മാത്രമേ നല്ലൊരു ധ്യാനയോഗി അല്ലെങ്കിൽ ഹതയോഗിയാവാൻ പറ്റൂ. ഒരു ഭക്തന് മാത്രമേ നല്ലൊരു ഭക്തയോഗിയാകാൻ പറ്റൂ. അന്നേരം യോഗ മീൻസ് കണക്റ്റഡ്. ആ ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്താണ്? യോഗിയല്ല. അന്നേരം ഭഗവാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അർജുൻ അവിടെ പറയുന്നു ഈ ഒരു യോഗത്തിന്റെ മാർഗം അപ്രായോഗികമാണെന്ന് പറയുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ എന്താണ് പറയുന്നത്? ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് എന്താണ്? ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് അഭ്യാസം വൈരാഗ്യം. ഭഗവാൻ പറയുന്നത് പ്രാക്ടീസ് കൊണ്ടും കോൺസ്റ്റന്റ് ഡിറ്റാച്ച്മെന്റ് കൊണ്ടും എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ഒരു തീരുമാനം എടുത്തു, ശ്രീമദ് ഭാഗവതം കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും പഠിക്കും. ഈ ഒരു തീരുമാനം എടുക്കുമ്പോൾ മനസ്സ് പെട്ടെന്ന് നമ്മൾ അനുവദിക്കത്തില്ല. പുതിയൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലും മനസ്സെന്ന് പറയുന്നത് കുറെ കാലമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യും. പക്ഷെ പുതിയൊരു കാര്യം തുടങ്ങുമ്പോൾ നമ്മൾ ഈ സയൻസിലൊക്കെ പഠിക്കുന്ന പോലെ ഇനർഷ്യ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ.
തുടങ്ങി കിട്ടാൻ കുറച്ച് ഡിലേ ഉണ്ട്. അന്നേരം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ക്രമേണ മനസ്സിനെ കൊണ്ട് ഒരു ഫോഴ്സിബിളി, പക്ഷെ ഒരുപാട് ഫോഴ്സും ആവാത്ത രീതിയിൽ, കാരണം മനസ്സെന്ന് പറയുന്ന ഒരു കൊച്ചു കുട്ടിയെ പോലെയാണ്. അന്നേരം കുറച്ച് ഡിറ്റാച്ച്മെന്റോട് കൂടി, ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ തപസ്യകളൊക്കെ, ചില ഇപ്പൊ ഉദാഹരണത്തിന് ചിലപ്പോൾ നമ്മൾ ഉറക്കം കുറച്ച് കുറയ്ക്കേണ്ടി വരും. അതായത് ഡേ ടൈമിൽ നമ്മൾ റെസ്റ്റ് ഉള്ളത് അതൊന്നും കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ടൈം എവിടെയാണോ വേസ്റ്റ് ആകുന്നത് അതൊക്കെ കുറയ്ക്കാൻ പറ്റും. എന്നിട്ട് ആ സമയം നമുക്ക് റീഡിങ്ങിന് വേണ്ടി കൊടുക്കാൻ പറ്റും, ആ സമയം സാധനയ്ക്ക് വേണ്ടി കൊടുക്കാൻ പറ്റും. അന്നേരം പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ആസനങ്ങളും അങ്ങനെയുള്ള യോഗ പ്രക്രിയകളൊന്നും ചെയ്തില്ല എങ്കിലും മനോനിയന്ത്രണം അത്യാവശ്യമാണ്. മനസ്സിനെ കൂടുതൽ ഭഗവാനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഒരു ഭക്തയോഗി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഹീസ് ദ ബെസ്റ്റ് കർമ്മയോഗി. അദ്ദേഹം ബെസ്റ്റ് ജ്ഞാനയോഗിയാണ്, ബെസ്റ്റ് ഹതയോഗിയാണ്. എന്നിട്ട് ആ ഭക്തയോഗത്തിന്റെ ബെസ്റ്റ് ആകുമ്പോഴാണ് അദ്ദേഹത്തിന് മാക്സിമം ആ ഒരു ഭക്തി രസമൊക്കെ തുടങ്ങുന്നത്. അന്നേരം ഇന്നത്തെ 6.47 ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ആരാണ് പെർഫെക്റ്റ് യോഗി? നമ്മൾ പലപ്പോഴും ആ ശ്ലോകം പറയുമ്പോൾ ഒരു ഭക്തൻ പെർഫെക്റ്റ് യോഗിയാണെന്ന് പറയും. പക്ഷെ ആ ഒരു ഭക്തൻ, ആ ഒരു യോഗി ആരാണെന്ന് ഇവിടെ പറയുന്നു? അദ്ദേഹത്തിന് വിശ്വാസം വേണം, ഏറ്റവും കൂടുതൽ വിശ്വാസം വേണം. അതുകൂടാതെ എന്താണ്? എപ്പോഴും ഭഗവാനെ കേന്ദ്രീകരിച്ചായിട്ടായിരിക്കണം അവരുടെ ജീവിതം. അബൈഡ്സ് ഇൻ മീ. പിന്നെ അതെന്താണ്? അടുത്തത് എപ്പോഴും എന്നെ കുറിച്ചായിരിക്കണം, നമ്മുടെ ഉള്ളിൽ ഭഗവാൻ എപ്പോഴും ഉണ്ടെന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഇരിക്കേണ്ടത്. ഇങ്ങനെ ഈ 3 കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമ്മൾ ഭക്തിയുടെ സേവനം ചെയ്യും. അതായത് ശ്രവണം, കീർത്തനം, അങ്ങനെയൊക്കെ. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന് പൂർണ്ണ പക്വ ഫലം ലഭിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ശ്രീല പ്രഭുപാദജി ഈ ഒരു പർപ്പറ്റിൽ പറയുന്നത്, കർമ്മയോഗി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? കർമ്മത്തിന്റെ ഫലം അതിൽ താല്പര്യമില്ലാതെ, അതിൽ ആസക്തി ഇല്ലാതെ പ്രവർത്തികൾ ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ആ ഫലം ഭഗവാന് വേണ്ടി ചെയ്യുക. അതാണ് കർമ്മയോഗി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ജ്ഞാനയോഗി എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന് ജ്ഞാനമുണ്ട്. എന്തിനെ കുറിച്ചുള്ള ജ്ഞാനം? ബഹുനാം ജന്മനാമത്തെ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. അതാണ് ജ്ഞാനത്തിന്റെ ഏറ്റവും പരമകഷ്ടം. അന്നേരം വാസുദേവ സർവമിതി എന്നൊരു ജ്ഞാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ നാച്ചുറലി ബാക്കിയുള്ള ആവശ്യമില്ലാത്ത കാര്യത്തിനോട് താല്പര്യവും തോന്നില്ല, റിനൗൺസിയേഷൻ, വൈരാഗ്യവും വരും. അന്നേരം ജ്ഞാനയോഗി എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിന് ജ്ഞാനമുണ്ട്. ആ ജ്ഞാനം എന്തിനു വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്നു? ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യത്തില്ല. അതാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന്, അഗ്നി തൊടുമ്പോൾ അത് പൊള്ളും, നമുക്ക് അതിന്റെ ആ ഒരു പൊള്ളലേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അഗ്നിയെ തൊടത്തില്ല. അന്നേരം വൈരാഗ്യം, ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാറ്റർ, സമ്യജ്ഞാനം എന്ന് പറയും. ആ ഒരു വസ്തുവിനെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനത്തെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അന്നേരം കർമ്മയോഗം എന്ന് പറയുമ്പോൾ ഫലം പ്രതീക്ഷിക്കാതുള്ള പ്രവർത്തികൾ, ഭഗവാന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ. ജ്ഞാനയോഗം എന്ന് പറയുമ്പോൾ എന്താണ്? ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം, അടുത്ത് കൂടുതൽ ആർജിക്കണം. അതുകൂടാതെ വൈരാഗ്യവും കൂടെ വേണം. വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരോധമല്ല, നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ഡിറ്റാച്ച്മെന്റ് വേണം. ഭൗതിക ആസ്വാദന വിഷയങ്ങളിൽ നിന്ന് ഒരു വിരക്തി വേണം. ഇന്ദ്രിയ തൃപ്തിയിൽ നിന്ന് ഒരു വിരക്തി വേണം. ഇത് ജ്ഞാനയോഗിയുടെ പ്രത്യേകതയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ഒരു ഭക്തയോഗിയിൽ ഇതൊക്കെ പൂർണ്ണ അവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റും. അവർക്ക് നാച്ചുറലി കർമ്മഫലത്തിന് വേണ്ടി അവർക്ക് ചെയ്യാൻ താല്പര്യമൊന്നുമില്ല. പിന്നെ വൈരാഗ്യപൂർണമായിട്ടുള്ള ഒരു ജീവിതത്തിലാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. അതുകൂടാതെ ധ്യാനത്തിൽ ഭഗവാന്റെ ആ ഒരു സുന്ദരമായിട്ടുള്ള രൂപമൊക്കെ ധ്യാനിക്കാൻ അവർക്ക് ഇഷ്ടപ്പെടും. അതൊക്കെയാണ് അതിന്റെ പക്വ അവസ്ഥയിലാണ് ഭഗവാൻ എന്ന ആ ഒരു വ്യക്തിത്വത്തെ കൂടുതൽ നമ്മൾ സാക്ഷാത്കരിക്കുമ്പോഴാണ് അത് ഭക്തയോഗിയുടെ പരമകാഷ്ഠ എന്ന് പറയുന്ന പൂർണ്ണ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത്. അതാണ് യോഗത്തിന്റെ യോഗ സമ്പൂർണത എന്ന് പറയുന്നത്. അന്നേരം നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീല പ്രഭുപാദ്ജി യോഗത്തെ ചെറുതാക്കി കാണിക്കാൻ ശ്രമിക്കുകയല്ല, യഥാർത്ഥ യോഗത്തെ, യോഗ യഥാരൂപം എന്ന് തന്നെ നമുക്ക് പറയാം.
എന്നിട്ട് നമുക്ക് ഒരിക്കലും യോഗ അതായത് യോഗ തെറ്റാണെന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ല, യഥാർത്ഥ യോഗ പ്രാക്ടീസ് ചെയ്തത് നമ്മളാണ്. അന്നേരം ഈ യോഗത്തിന്റെ ബേസിക്സ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്, ഇപ്പൊ ഉദാഹരണത്തിന് യമം നിയമം നമ്മൾ ആചരിക്കുന്നുണ്ട്, 4 യമ നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നുണ്ട്. പല പല യമ നിയമങ്ങൾ ഉണ്ടെങ്കിലും ബേസിക് ആയിട്ടുള്ള ഒരു 4 യമ നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നുണ്ട്. അന്നേരം പിന്നെ അടുത്തത് ആസനങ്ങൾ. ആസനങ്ങളുടെ ഉദ്ദേശം തന്നെ എന്താണ്? ഇത് മൈൻഡ് കൺട്രോളിന് വേണ്ടിയാണ്, മനസ്സിനെ നിയന്ത്രിക്കുക, ആ ഒരു ധ്യാനത്തിലേക്ക് വേണ്ടി. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അന്നേരം ഒരു നമുക്ക് പൊതുവെ ഇല്ല എന്ന് തോന്നുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത് ആസനങ്ങളും പ്രാണായാമവും ഇതാണ്. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത എന്താണ്? പ്രത്യാഹാരം വരും. പ്രത്യാഹാരം എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിന്തിരിപ്പിക്കുക, ഭോഗവസ്തുക്കളിൽ നിന്ന് പിന്തിരിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ്? എന്തിനെ കുറിച്ച് ധ്യാനിക്കുക? ധാരണ. എന്തിനെ കുറിച്ചാണോ ധ്യാനിക്കേണ്ടത് ആ ഒരു വിഷയത്തെ കുറിച്ച് ധ്യാനിക്കുക. അതാണ് ധാരണ. ഈ ധാരണ കൂടുതൽ കൂടുതൽ പക്വ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് ധ്യാനമായിട്ട് മാറും. അൺലിമിറ്റഡ്. ഈ ധാരണ കൂടുതൽ അൺഇൻറ്ററപ്റ്റഡ് ആകുമ്പോൾ അത് ധ്യാനത്തിലേക്ക് എത്തിക്കും. ആ ധ്യാനത്തിന്റെ ഏറ്റവും നല്ല എക്സ്ട്രീം ഒരു മെച്യൂർ സ്റ്റേജ് ആണ് സമാധി എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഭക്തി മാർഗത്തിലും അതുണ്ട്. ഭക്തി മാർഗത്തിൽ മാത്രമേ അത് പെർഫെക്റ്റ്ലി ഉള്ളൂ. ഇപ്പൊ ശ്രീല പ്രഭുപാദജി നമ്മൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, വേർ ആർ യു എന്ന് ചോദിക്കുമ്പോൾ ഐ എം ഇൻ വൃന്ദാവൻ എന്ന് പറയുന്നത്. അതായത് പ്രഭുപാദ് എപ്പോഴും ആ ഒരു സമാധി അവസ്ഥയിലാണ്. ഈസ് ഓൾവേസ് കോൺഷ്യസ് ഓഫ് ദ അബോർഡ് ഓഫ് സുപ്രീം ലോർഡ്. ഭഗവാനെ കുറിച്ച് കോൺഷ്യസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അന്നേരം അതാണ് നമ്മൾ ഇവിടെയും റിപ്പീറ്റ് ചെയ്യുന്നത്. ഫാക്ച്വലി ഭക്തി യോഗ ഈസ് ദ അൾട്ടിമേറ്റ് ഗോൾ, ബട്ട് ടു അനലൈസ് ഭക്തി യോഗ മൈന്യൂട്ട്ലി വൺ ഹാസ് ടു അണ്ടർസ്റ്റാൻഡ് ഓൺ ദ റിയൽസ്. അന്നേരം നമ്മൾ കർമ്മഫലത്തിനോടുള്ള ആസക്തി വിടണം നമ്മുടെ ഭക്തി മാർഗത്തിൽ. ടു ബി എ ഗുഡ് സാധക നമ്മൾ ഭഗവാനെ കുറിച്ച് കൂടുതൽ കൂടുതൽ നോളജ് അക്വയർ ചെയ്യണം. അത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് ഡിറ്റാച്ച്മെന്റ് കൊണ്ടുവരണം. അതുകൂടാതെ കൂടുതൽ കൂടുതൽ ഭഗവാനെ കുറിച്ച് കണ്ടംപ്ലേറ്റ് ചെയ്യാനും ഭഗവാന്റെ തത്വങ്ങളൊക്കെ മെഡിറ്റേറ്റ് ചെയ്യാനും നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണം. ഇതിന്റെ പക്വ അവസ്ഥയിലാണ് നമുക്ക് കൂടുതൽ ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ. ഇപ്പൊ നമ്മൾ കർമ്മയോഗം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ജ്ഞാനയോഗം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ധ്യാനയോഗം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഭക്തയോഗം വളരെ ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ശുകദേവ് ഗോസ്വാമിയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ഒരു പെർഫെക്റ്റ് ഡിറ്റാച്ച്ഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ഭഗവാനെ കുറിച്ചൊരു ശ്ലോകം കേട്ടപ്പോൾ ഇത് അതീന്ദ്രിയമായിട്ടുള്ള ശ്ലോകമാണെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലായി. ഇനി ചതുഷ് കുമാരന്മാരെ നമ്മൾ നോക്കുകയാണെങ്കിലും അവരെപ്പോഴും സ്പിരിച്വൽ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്തിരുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് ഭഗവാന്റെ തൃപ്പാദത്തിൽ നിന്ന് ആ തുളസിയുടെ സുഗന്ധം അവരുടെ ആ മൂക്കിൽ ലഭിച്ചപ്പോൾ അവർക്ക് ഉടനെ അട്രാക്ഷൻ തോന്നി. അന്നേരം ഈ പ്രപഞ്ചത്തിൽ എങ്ങനെയാണോ ഒരു ടവറിൽ നിന്ന് സിഗ്നൽസ് വരുന്നത്, അതേപോലെ ഭഗവാൻ എല്ലായിടത്തും സർവ്വവ്യാപിയായിട്ട് ഇരിക്കുക. പക്ഷെ ഭഗവാന്റെ ആ ഒരു പ്രസൻസ് നമ്മൾ ഫീൽ ചെയ്തും, അതായത് ഭഗവാനെ കുറിച്ച് കോൺഷ്യസ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻ എടുക്കണം. ആ ഒരു പ്രിപ്പറേഷൻ ആണ് നല്ലൊരു സാധകന്റെ ലക്ഷണങ്ങളൊക്കെ. ഒരു സാധകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ്ലി സെർച്ചിങ് ദ അബ്സല്യൂട്ട് ട്രൂത്ത്. ബോധപൂർവം ഭഗവാനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക അകത്തും. അങ്ങനെ അന്വേഷിച്ചുകൊണ്ട് ജപിക്കുമ്പോൾ ജപം കറക്റ്റ് ആവും. അങ്ങനെ ബോധപൂർവം അന്വേഷിച്ചുകൊണ്ട് വായിക്കുമ്പോൾ നമുക്ക് പ്രഭുപാദിന്റെ പർപ്പട്ടിൽ ഒരുപാട് അമേസിംഗ് ആയിട്ടുള്ള ആ ഒരു റിവലേഷൻ ഇതൊക്കെ നമുക്ക് ലഭിക്കും. ഒരുപാട് സാക്ഷാത്കാരമൊക്കെ നമുക്ക് ലഭിക്കും. അന്നേരം ശ്രീല പ്രഭുപാദ് ഇവിടെ എടുത്തു പറയുന്നുണ്ട്, നമ്മൾ കോൺസെൻട്രേറ്റ്സ് അറ്റൻഷൻ ഓൺ ശ്യാമസുന്ദര. ഭഗവാന്റെ ശ്യാമസുന്ദരത്തെ ധ്യാനിക്കാൻ നമ്മൾ പഠിക്കണം. പലപ്പോഴും നമ്മൾ ഭക്തി യോഗത്തിൽ ആണ് എങ്കിലും പൊതുവെ നമ്മൾ ഭഗവാന്റെയൊക്കെ വിഗ്രഹം കാണുമ്പോൾ കണ്ണടച്ചുകൊണ്ട് ഭഗവാൻ ഇട്ട ആ ഡ്രസ്സിനെ കുറിച്ചൊക്കെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. ഭഗവാന്റെ തൃപ്പാദം മുതൽ മുഖം വരെ, അതിനുശേഷം മുഖം മുതൽ തൃപ്പാദം വരെ ഭഗവാൻ ഇട്ട ഓരോ ആഭരണങ്ങളെ കുറിച്ചും ധ്യാനം. ഇതെല്ലാം നമ്മുടെ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യും. കൂടുതൽ കൂടുതൽ ഭഗവത് ചിന്തകളെ കൊണ്ട് നമ്മുടെ മനസ്സ് നിറച്ചില്ല എങ്കിൽ ആ മനസ്സിന്റെ ആ ഒരു കൂടുതൽ കൂടുതൽ ഡീപ്പായിട്ട് ചിന്തിക്കാനുള്ള എബിലിറ്റിയൊക്കെ നമ്മൾ മെറ്റീരിയൽ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ
നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഡിസയറിന് വേണ്ടി നമ്മൾ എത്രത്തോളം മൈൻഡ് ഇൻവെസ്റ്റ് ചെയ്യും. ലെറ്റ്സ് സേ നമുക്കൊരു വീട് പണിയണം, അതായത് നമ്മൾ എത്രത്തോളം തോട്ട്സ് ഇടാറുണ്ട്. എന്നാൽ ഇതൊക്കെ നമ്മൾ ഭൗതിക അതൊക്കെ നമ്മുടെ നെസസറി ഡ്യൂട്ടി ആണെങ്കിലും പക്ഷെ നമ്മുടെ മൈൻഡ് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നാൽ അതേപോലെ തന്നെ നമ്മുടെ സ്പിരിച്വൽ കാര്യങ്ങൾക്ക് വേണ്ടിയും ഭഗവാനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും സ്റ്റഡി ചെയ്യുമ്പോഴും ജപിക്കുമ്പോഴും നമ്മുടെ ഭഗവാന്റെ നാമം കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡ് എത്രത്തോളം ആ ഒരു ഹോളി നെയിമിൽ അബ്സോർബ്ഡ് ആണ്, എത്രത്തോളം ആ ഒരു ടോക്ക് കേൾക്കുമ്പോൾ ഭക്തരിൽ നിന്നൊക്കെ നമ്മൾ ശ്രവിക്കുമ്പോൾ അവിടെയാണോ നമ്മുടെ മനസ്സ്, നമ്മുടെ മനസ്സ് എവിടെയാണോ അവിടെയാണ് നമ്മൾ ആക്ച്വലി. അതുകൊണ്ടാണ് പറയുന്നത് ഈ മനസ്സ് തന്നെയാണ് എല്ലാവരുടെയും മോക്ഷത്തിന് കാരണവും ഈ മനസ്സ് തന്നെയാണ് എല്ലാവരുടെയും ബന്ധനത്തിനും കാരണം. എന്തുകൊണ്ടാണ് ഈ മനസ്സ് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടിരിക്കുന്നത്? അതിനെക്കുറിച്ച് നമ്മളൊന്ന് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ശരീരത്തെ കുറച്ച് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോ പൊതുവെ ഈ യോഗയുടെ ഈ സ്റ്റഡീസിലൊക്കെ നമ്മുടെ ബോഡിയെ കുറിച്ചൊരു അനോട്ടോമി പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് കഫം, വാതം, പിത്തം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ ശരീരം വർക്ക് ചെയ്യുന്നത്. അതാണ് ഇന്നത്തെ ടോപ്പിക് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശരീരബോധത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? സത്യം പറഞ്ഞാൽ നമ്മൾ ശരീരബോധത്തിലും അല്ല. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ശരീരത്തെ കുറിച്ച് നമ്മൾ ആക്ച്വലി ബോധവാനല്ല. പൊതുവെ ഇന്ദ്രിയ തൃപ്തിയെ കുറിച്ച് മാത്രമാണ് നമ്മുടെ ബോധം. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് അറിയാം ഈ ഒരു വസ്തു കഴിക്കാൻ പാടില്ല, ദിസ് ഇസ് നോട്ട് ഗുഡ് ഫോർ അവർ ഹെൽത്ത്. പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ ആ നാവിന്റെ രുചി മാത്രമായിരിക്കും മോസ്റ്റ്ലി നോക്കുന്നത്. അതിനുശേഷം ഈ ബോഡിക്ക് അകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് അത് നമുക്ക് അറിഞ്ഞില്ല. അന്നേരം അത് നമ്മുടെ ബോഡിയുടെ ആ ഒരു അകത്ത് നടക്കുന്ന ഫങ്ഷനിങ്ങിനെ കുറിച്ച് നമ്മൾ കുറച്ച് ബോധവാനായിട്ടിരിക്കും. അങ്ങനെ ബോധവാനായിട്ടിരിക്കുമ്പോൾ നാച്ചുറലി നമുക്കൊരു ഡിറ്റാച്ച്മെന്റ് വരും. ഇന്ദ്രിയ തൃപ്തിയോടുള്ള ആസക്തി കുറയും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു യോഗിയുടെ ഒരു ടിപ്പിക്കൽ വേ ഓഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന് നമ്മുടെ മുന്നിൽ ഗുലാബ് ജാമുൻ ഇരിക്കുകയാണ്. ഗുലാബ് ജാമുൻ ഇരിക്കുമ്പോൾ പൊതുവെ നാച്ചുറലി നമുക്കൊരു അട്രാക്ഷൻ തോന്നിയിട്ട് ആ ഗുലാബ് ജാമുൻ കഴിക്കാനേ നമുക്ക് തോന്നും. പക്ഷെ അതേ സമയത്ത് ഒരു ടിപ്പിക്കൽ യോഗി സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആ ഒരു ഗുലാബ് ജാമുനകത്തുള്ള മാവിനെ സെപ്പറേറ്റ് ആയിട്ട് കാണും, അതിലുള്ള ആ ഒരു ഓയിലി പാർട്ടിനെ സെപ്പറേറ്റ് ആയിട്ട് കാണും, ആ സിറപ്പിനെ സെപ്പറേറ്റ് ആയിട്ട് കാണും. അന്നേരം ഒരു സ്വീറ്റ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഇതിന്റെ എല്ലാം മിക്സ്ചർ ആണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. പക്ഷെ അതേ സമയത്ത് അത് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ തോന്നത്തില്ല. വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ചപ്പാത്തി നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്. ചപ്പാത്തി ഇരിക്കുമ്പോൾ അതിൽ ഗോതമ്പുണ്ട്, വെള്ളമുണ്ട്, ഉപ്പുണ്ട്, ഇങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ടാണ്. അന്നേരം ഒരു യോഗി എങ്ങനെയായിരിക്കും കാണുന്നത്? ഇതിൽ ഗോതമ്പ് സെപ്പറേറ്റ് ആയിട്ട് കാണുമോ, അത് കഴിഞ്ഞിട്ട് വെള്ളത്തെ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നു. അന്നേരം അങ്ങനെ കാണുമ്പോൾ ഇതിനകത്ത് അതായത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എല്ലാ വസ്തുവിനെയും 24 എലിമെന്റ്സ് ആയിട്ട് കണ്ടുകൊണ്ട് ഈ ഒരു 24 എലിമെന്റ്സ് ഭഗവാന്റെ സൃഷ്ടിയാണ്, ഇത് മായാലോകമാണ് എന്ന് പറഞ്ഞിട്ട് യൂട്ടിലിറ്റി ഇസ് ദ പ്രിൻസിപ്പൽ, ഉപയോഗിക്കാൻ വേണ്ടി മാത്രം. അവിടെ ഒരു എൻജോയ്മെന്റ് എന്നുള്ള രീതിയിലുള്ള ഒരു ത്വര വരുന്നില്ല. അന്നേരം അങ്ങനെ വിവേകത്തോടു കൂടി അവർ പ്രവർത്തിക്കുമ്പോൾ എന്താകും? അവർക്ക് നാച്ചുറലി ഈ ലോകമായിട്ട് ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ട്. പൊതുവെ മോസ്റ്റ് ഓഫ് ദ ടൈം ആസ് എ സാധക നമുക്ക് ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാന്റെ കാര്യം, ഭക്തിയുടെ കാര്യമൊക്കെ വരുമ്പോൾ നമ്മൾ വിവേകത്തോടു കൂടിയല്ല പ്രവർത്തിക്കുന്നത്, വികാരത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ അവിടെ മെഡിറ്റേറ്റ് ചെയ്യാറില്ല, കണ്ടംപ്ലേറ്റ് ചെയ്യാറില്ല. ഇപ്പം സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ സെൻസ് ഒബ്ജക്റ്റ് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ബ്രെയിൻ ലെസ് യൂസ് ചെയ്യും, നമ്മുടെ ഇന്റലിജൻസ് ലെസ് യൂസ് ചെയ്യും. നമ്മൾ കൂടുതലും ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് തോന്നുന്ന രീതിയിൽ അങ്ങ് എൻജോയ് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഭഗവാന്റെ കാര്യം വരുമ്പോഴോ, ജസ്റ്റ് ലെറ്റ്സ് ലൈക്ക് ഇന്നിപ്പോൾ ഒരു നിർജ്ജല ഏകാദശിയാന്നിരിക്കട്ടെ,
നിർജ്ജലം എടുക്കണം. എന്നിട്ട് നമ്മൾ വിചാരിക്കും പല രീതിയിലും നമ്മൾ നിർജ്ജലം എങ്ങനെ എടുക്കാതിരിക്കണം എന്നുള്ള രീതിയിൽ എക്സ്ക്യൂസ് നമ്മൾ കണ്ടെത്തി. ഓഫ്കോഴ്സ് പ്രോപ്പർ ആയിട്ടുള്ള റീസൺസ് കാണും, അതൊന്നും തെറ്റല്ല, എടുക്കണമെന്നുള്ളത് കമ്പൽസറി അല്ല, ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും. പക്ഷെ പൊതുവെ നമ്മൾ നമ്മുടെ മനസ്സിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്കുള്ള വിഷയങ്ങൾ വരുമ്പോൾ അനലിറ്റിക്കൽ വരത്തില്ല. പക്ഷേ ഭക്തിയുടെ കാര്യമോ സേവനത്തിന്റെ കാര്യം വരുമ്പോഴോ നമ്മുടെ മനസ്സ് വലിയ അനലിറ്റിക്കലാണ്. ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ, ഞാൻ കുറച്ച് ബോഡി വീക്ക് അല്ലേ, എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തിനിത് ചെയ്യണം, അൾട്ടിമേറ്റ്ലി എല്ലാം യുക്തവൈരാഗ്യമല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് ഷിഫ്റ്റ് ആവും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ഇപ്പൊ ഉദാഹരണത്തിന് ശ്രീല പ്രഭുപാജിയെ നോക്കിക്കഴിഞ്ഞാൽ പ്രഭുപാജിക്ക് വേണമെങ്കിൽ അനലിറ്റിക്കൽ ആകാറുണ്ട്. ഗുരുവിന്റെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യണം എന്നുള്ള ഒരു ഇത് വന്നപ്പോൾ പ്രഭുപാൻ ചിന്തിക്കുകയായിരുന്നു, ദർ ആർ സോ മെനി റീസൺസ് എന്തുകൊണ്ട് അമേരിക്കയിൽ പോകണ്ട എന്ന് പ്രഭുപാദിന് പ്രൂവ് ചെയ്യാൻ ഒരുപാട് റീസൺസ് ഉണ്ടായിരുന്നു. റിട്ടയർഡ് ആകുന്നു, ഹെൽത്ത് ഇഷ്യൂ ശരിയല്ല, പൊതുവെ അമേരിക്കയിൽ ആര് പറഞ്ഞ ഇതെല്ലാം പുറത്തുള്ളവർ പ്രഭുപാദിനോട് പറഞ്ഞു ബോധിപ്പിക്കാൻ ശ്രമിച്ച കാര്യങ്ങളാണ്. ഈ ഒരു പ്രായത്തിൽ എന്തിനു പോകുന്നു, ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ആൾക്കാർ പറഞ്ഞാൽ മനസ്സിലാക്കുമോ, അവിടെ നിങ്ങൾക്ക് പ്രോപ്പർ വെജിറ്റേറിയൻ ഫുഡ് പോലും ലഭിക്കത്തില്ല, ഇങ്ങനെ പല അനലിറ്റിക്കലി റീസൺസ് പ്രസന്റ് ചെയ്തു. പക്ഷെ പ്രഭുപാദ് എന്താ പറഞ്ഞത്, ഹാർട്ട് പറയുന്നതേ ഫോളോ ചെയ്തു. കൃഷ്ണന്റെ കാര്യം വരുമ്പോൾ പ്രഭുപാദ് ഹാർട്ടേ ഫോളോ ചെയ്തു. ഒരു പരിശുദ്ധ ഭക്തൻ ഇങ്ങനെയാണ്. ഈ ലോകമായിട്ട് അവർ ഡീൽ ചെയ്യുമ്പോൾ ഒരു മെറ്റീരിയൽ എൻജോയ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം വരുമ്പോൾ അവർ അനലിറ്റിക്കലായിരിക്കും. ഒരു പെർഫെക്റ്റ് യോഗി എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷെ അതേ സമയത്ത് ഭഗവാന്റെ കാര്യങ്ങൾ വരുമ്പോൾ എന്തായിരിക്കും, അവർ അനലിറ്റിക്കൽ അല്ല, ദേ ഫോളോ ദ ഹാർട്ട്. എന്നിട്ട് അതാണ് നമുക്ക് പഠിക്കേണ്ടത്. എങ്കിൽ മാത്രമേ യുക്ത വൈരാഗ്യം കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ലോകത്തിൽ പ്യുവർ ഡിവോട്ടീസ് അവരുടെ കൃഷ്ണനോടുള്ള സ്നേഹം, പ്രേമം അത് ഒരുപാട് ആയതുകൊണ്ട് ദേ ക്യാൻ ഈസിലി ട്രാൻസെൻഡ് ദ ബോഡി. അതായത് ബോഡി രീതിയിലുള്ള എല്ലാവിധ പ്രശ്നങ്ങൾ വന്നാലും ദേ ക്യാൻ ഈസിലി അതിന്റെ അതീന്ദ്രിയ അവസ്ഥയിലൊക്കെ അവർക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. കാരണം അവർക്ക് കൃഷ്ണനോട് അത്രയ്ക്ക് സ്നേഹമാണ്. ഇപ്പൊ വൃന്ദാവനത്തിലെ ഗോപികമാരെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ഓടക്കുള്ളിൽ കേട്ടപ്പോൾ ഉടൻ തന്നെ എല്ലാം വിട്ടിട്ട് ഒറ്റ ഓട്ടമാണ്. അവർക്ക് വേണമെങ്കിൽ അനലിറ്റിക്കൽ ആകാമായിരുന്നു. രാത്രി സമയത്ത്, ഈ ഒരു സമയത്ത് ഹൗ ക്യാൻ ഐ ഗോ അലോൺ, ഒറ്റയ്ക്ക് എങ്ങനെ പോകാൻ പറ്റും, ഒരുപാട് തടസ്സങ്ങളുണ്ട്, ഒരുപാട് ഫോറസ്റ്റ് ആനിമൽസ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ എങ്ങനെ പോകാൻ പറ്റും, ആൾക്കാർ എന്ത് വിചാരിക്കും, അവരതല്ല, ദേ ജസ്റ്റ് ഫോളോ ദ ഹാർട്ട്. ഇതേപോലെ കർമ്മീസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവർക്ക് അവരുടെ സെൻസ് എൻജോയ്മെന്റിനോടുള്ള ആ ഒരു ആഗ്രഹം വലിയ സ്ട്രോങ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, അവരും ബോഡിലി ട്രബിൾസിനെ ട്രാൻസെൻഡ് ചെയ്യും. ട്രാൻസെൻഡ് എന്ന് പറയുന്ന റോങ് വേർഡ് ആണ്, ബട്ട് വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി വരുന്ന ആ ഒരു തപസ്യ, അത് എത്ര വലിയ തപസ്യയാണെങ്കിലും അവരത് ചെയ്യാൻ തയ്യാറാണ്. ഇപ്പൊ നിങ്ങൾ പുറം ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് എൻജോയ്മെന്റിന് വേണ്ടി ഒരാൾ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അതായത് പരിശുദ്ധ ഭക്തരെ നോക്കിക്കഴിഞ്ഞാലും അവരും കൃഷ്ണന്റെ സന്തോഷത്തിന് വേണ്ടി എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും തയ്യാറാണ്. എന്നിട്ട് കർമ്മികളും അവരുടെ ബോഡിയെ മാക്സിമം എൻഗേജ് ചെയ്യുന്നുണ്ട്. ഡിവോട്ടീസും, പ്യുവർ ഡിവോട്ടീസും അവരുടെ ബോഡിയെ മാക്സിമം എൻഗേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇടയ്ക്കുള്ള സാധകന്റെ പ്രശ്നം എന്താണെന്നറിയോ, അവർക്ക് കൃഷ്ണനോട് അത്രയധികം സ്നേഹവുമായിട്ടില്ല, പക്ഷെ അത്രത്തോളം ഇന്ദ്രിയ തൃപ്തിക്കുള്ള എൻജോയ്മെന്റിനുള്ള താല്പര്യമില്ല. അവിടെയാണ് യുട്ടിലിറ്റി ഇസ് ദ പ്രിൻസിപ്പൽ കൂടുതൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. എന്താണ്, നമ്മുടെ അനലിറ്റിക്കലി എത്രത്തോളം യൂസ് ചെയ്യണം, എത്രത്തോളം യുക്ത ആഹാര വിഹാരം ചെയ്യാൻ, എത്രത്തോളം എൻജോയ്മെന്റിന്റെ കോട്ടയുണ്ടോ അത്രത്തോളം മാത്രം ചെയ്യുക, അതിൽ കൂടുതൽ എഫേർട്സ് ഇടാതിരിക്കുക. അവിടെയാണ് ഒരു യോഗിയുടെ റോൾ വരുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ വൃന്ദാവനത്തിലെ ആ ലീലയിൽ ഭഗവാന്റെ ഒരുപാട് എറ്റേണൽ അസോസിയേറ്റ്സ് ഉണ്ടെങ്കിലും അതിൽ യോഗികളും ഉണ്ടായിരുന്നു. അവരെല്ലാം ഭഗവാന്റെ ആ രൂപം കണ്ടിട്ട് അട്രാക്റ്റഡ് ആയിട്ട് ദേ ഓൾ വാണ്ട് ടു ബി ടേക്ക് പാർട്ട് ഇൻ ഭഗവാന്റെ ലീലയിൽ പാർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചു. അവരൊക്കെ ഗോപികമാരായി. അവരെല്ലാം യോഗികളായിരുന്നു. നാരദ മഹർഷി നേരത്തെ യോഗിയായിരുന്നു. എന്നിട്ട് യോഗി എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ ഡിറ്റാച്ച്ഡ് ആയിരിക്കും, ഭഗവാനോട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കും. അതാണ് ആക്ച്വലി യോഗി എന്ന് ഉദ്ദേശിക്കുന്നത്.
പെർഫെക്റ്റ് യോഗി. ആ യോഗത്തിന്റെ പരമകാഷ്ഠയിലാണ് ഭക്തി തുടങ്ങുന്നത്. അതായത് ഭഗവാനെ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോൾ, ഭഗവാനെ കാണുമ്പോൾ ഫീലിങ്സ് തുടങ്ങും. ആ ഫീലിങ്സിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അതെന്താവും? ഭക്തിയായിട്ട് മാറും. അന്നേരം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മൾ നമ്മുടെ ബോഡിയേക്ക് കുറച്ച് അനലിറ്റിക്കൽ ആയിരിക്കും. ബോഡിക്കകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് കുറച്ച് അനലിറ്റിക്കൽ ആയിരിക്കും. ഇതെല്ലാം നമ്മളെ എന്തിന് ഹെൽപ്പ് ചെയ്യും? ബോഡി എൻഗേജ്മെന്റ്സിൽ നിന്നും സെൻസ് എൻജോയ്മെന്റിൽ നിന്നും കുറച്ച് ഡിറ്റാച്ച്ഡ് ആവാൻ നമ്മളെ സഹായിക്കും. അന്നേരം അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൂടുതൽ ജപിക്കാനും പറ്റും, നല്ല രീതിയിൽ ജപിക്കാൻ പറ്റും, ക്വാളിറ്റി ഓഫ് ജപം കൂട്ടാൻ പറ്റും, ക്വാളിറ്റി ഓഫ് റീഡിങ് കൂട്ടാൻ പറ്റും. പലപ്പോഴും നമ്മൾ റീഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വലിയ തടസ്സം ഉറക്കമാണ്. ഉറക്കം വരിക. അന്നേരം നമ്മുടെ മനസ്സിനെയൊക്കെ കുറച്ച് നിയന്ത്രിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ ബോഡിയെ യുക്തമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എത്ര യൂസ് ചെയ്യണോ ആ കറക്റ്റ് അളവിൽ, എങ്ങനെയാണോ ശ്രീല പ്രഭുപാദ് പറയുന്നത്, ദിസ് ഇസ് എ ബാഡ് ബർഗെയിൻ, ഒരു നഷ്ട കച്ചവടമാണ്, ഇതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നാണ് ശ്രീല പ്രഭുപാദ് നമ്മളെ പഠിപ്പിക്കുന്നത്. അന്നേരം പൊതുവെ ഇന്ദ്രിയങ്ങളും 24 എലിമെന്റ്സും ഒക്കെ ഉണ്ട്. അന്നേരം ആത്മാവുണ്ട്, നിത്യ അഹങ്കാരം, ബുദ്ധി, മനസ്സ്. അത് കഴിഞ്ഞിട്ട് മനസ്സിന്റെ അടുത്ത ലെവലിലേക്കാണ് ഈഥർ, എയർ, ഫയർ, വാട്ടർ, എർത്ത്, ഈ ഒരു എലിമെന്റ്സ് ഒക്കെ പോകും. നമുക്ക് ഇതെല്ലാം ശ്രീമദ് ഭാഗവതത്തിലെ 2ാമത്തെ പഠിക്കുന്ന കാര്യങ്ങളാണ്. അന്നേരം ഈ മനസ്സിന്റെ തൊട്ടടുത്താണ് എന്തിരിക്കുന്നത്? ഈഥർ ഇരിക്കുന്നത്. ഈഥർ എന്ന് പറയുന്നത് ആ ഒരു എലിമെന്റും സൗണ്ടുമായിട്ട് ഒരുപാട് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ശ്രവണവും കീർത്തനവും, ആ ഒരു ശബ്ദം നമ്മുടെ മനസ്സിനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ സൗണ്ടായിട്ട് പുറത്തു വരും, ശബ്ദത്തിലൂടെ പുറത്തു വരും. അതുകൂടാതെ ആ ശബ്ദങ്ങൾ നമ്മുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. കാരണം ആ ഈഥർ എലിമെന്റ്, ആ സൗണ്ട് എന്ന് പറയുന്നത്, ഇയർ എന്ന് പറയുന്നത്, ഇതെല്ലാം എന്താണ്? മനസ്സുമായിട്ട് കൂടുതൽ ക്ലോസ് ആണ്. അന്നേരം നമ്മൾ ഈഥർ എന്തുവാണ്, എയർ എന്തുവാണ്? എയറും സ്കിന്നുമായിട്ടുള്ള കണക്ഷൻ, പിന്നെ ഫയറും ഫോമുമായിട്ടുള്ള കണക്ഷൻ, ഐസുമായിട്ടുള്ള കണക്ഷൻ, പിന്നെ വാട്ടർ, ടേസ്റ്റ്, ടങ്. അന്നേരം ഇങ്ങനെയുള്ള ആ ഒരു എലിമെന്റ്സ് ഒക്കെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ എന്താവും? നമ്മൾ ഈ ബോഡിയെ എൻജോയ് ചെയ്യുന്ന ആ ഒരു പ്രൊപ്പൻസിറ്റി കുറയും. അന്നേരം അൾട്ടിമേറ്റ് പ്രിൻസിപ്പിൾ എന്താണ്? എങ്ങനെയെങ്കിലും സംഹൗ ഓർ ദി അതർ, എങ്ങനെയെങ്കിലും നമ്മൾ തിരിച്ചു ഗുണവത്തെത്തുക. എങ്ങനെയാണ്? ബി മോർ ആൻഡ് മോർ കോൺഷ്യസ് ഓഫ് കൃഷ്ണ. ഇപ്പൊ ശ്രീമദ് ഭാഗവതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഭഗവാൻ കൃഷ്ണനാണ് മെയിൻ ടോപ്പിക്. എന്നിട്ട് നമ്മൾ വിചാരിക്കും വിരാട് രൂപം വരുന്നുണ്ട്, സാഖ്യയോഗം വരുന്നുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അന്നേരം അതൊക്കെ ആ ഒരു സെക്ഷനൊക്കെ എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു ഹെൽപ്പ് us റിമെമ്പർ കൃഷ്ണ മോർ ആൻഡ് മോർ ക്ലിയർലി. അതിനു വേണ്ടിയാണ് ഇതൊക്കെ. അന്നേരം ഇത്രയധികം സെക്ഷൻസ് എന്തിനു വേണ്ടിയാണ്? ചിലവർക്ക് ഭഗവാന്റെ വിരാട് രൂപത്തിനോട് ആയിരിക്കും അട്രാക്ഷൻ, ചിലവർക്ക് വേദിക് കോസ്മോളജിയോട് ആയിരിക്കും അട്രാക്ഷൻ. പക്ഷെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രമേണ റിമെമ്പറൻസ് ഓഫ് കൃഷ്ണ കൂട്ടണം. എന്നിട്ട് പുറം ലോകമായിട്ടുള്ള മെറ്റീരിയൽ ഡിസൈർസ് ഒക്കെ കുറയ്ക്കണം. അന്നേരം അൾട്ടിമേറ്റ്ലി എന്താണ്? മൈൻഡാണ് മെയിൻ പ്രശ്നം. അന്നേരം മനോനിയന്ത്രണം നമ്മൾ സാധകർക്ക് വളരെ അത്യാവശ്യമാണ്. മനസ്സിലുള്ള ചിന്തകൾ, മെറ്റീരിയൽ ഡിസയർസ് കുറയ്ക്കണം. കൃഷ്ണനെ കുറിച്ചുള്ള ഡിസയർസ്, കൃഷ്ണനെ കുറിച്ചുള്ള തോട്ട്സ് കൂട്ടണം. അതാണ് ശ്രീ രൂപ ഗോസ്വാമി പറയുന്നത് എന്താണ്? സ്മാർത്തവ്യം സതതം വിഷ്ണു വിസ്മാർത്തവ്യം നജാതിചിത്. Why so many scriptures and so many instructions just for this particular instruction? ഈ ഒരു ഇൻസ്ട്രക്ഷന് വേണ്ടിയാണ് എല്ലാ ഇൻസ്ട്രക്ഷനും. എന്താണ്? എപ്പോഴും ഭഗവാനെ കുറിച്ച് സ്മരിക്കുക, ഒരിക്കലും ഭഗവാനെ വിസ്മരിക്കാതിരിക്കുക. അതിനു വേണ്ടിയാണ് നമ്മുടെ ഈ മനസ്സിനെ യൂസ് ചെയ്യുന്നത്. അന്നേരം അതിനു വേണ്ടി ആ യഥാർത്ഥ യോഗി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചില്ലേ, ഉറച്ച വിശ്വാസത്തോടുകൂടി എപ്പോഴും ഭഗവാനിൽ തന്നെ കേന്ദ്രീകരിച്ച് ഭഗവാനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ആ ഒരു ചിന്തയിലൂടെ ചുമ്മാ ഇരിക്കുവല്ല, ഭജതി, ഭഗവാനെ കുറിച്ച് ജപിക്കുകയാണ്. അന്നേരം കറക്റ്റ് ആയിട്ടുള്ള ഭഗവാനെ കുറിച്ചല്ല ചിന്തകൾ, ഉറച്ച വിശ്വാസവും ഇല്ല എങ്കിൽ നമുക്ക് നല്ലപോലെ ഭജിക്കാനും പറ്റത്തില്ല. അന്നേരം കൺക്ലൂഡ് ചെയ്യാൻ ഞാൻ പറയുന്നത്, നമ്മൾ ജീവിക്കുന്നത്
ഈ ഒരു മായാദേവിയുടെ ജയിലിലാണ്. ഈ ജയിലിന്റെ നമ്മളെ ഇവിടെ ബന്ധിക്കുന്ന ആ ഒരു വസ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ്. ഇതേ മനസ്സ് തന്നെയാണ് തിരിച്ച് നമ്മൾ ഗോലോകത്തിലേക്ക് എത്തിക്കുന്നത്. അന്നേരം ഈ 60,000 ചിന്തകളിൽ നിന്നും എങ്ങനെ കൂടുതൽ കൂടുതൽ ചിന്തകൾ ഭഗവാനിലേക്ക് കേന്ദ്രീകരിക്കാം, ഏനക്കേന പ്രകാരം സംഹാർദ്യോ. ഇപ്പൊ ശ്രീമദ് ഭാഗവതം പഠിക്കുമ്പോഴാണ് നമുക്ക് ഭഗവാനെ കുറിച്ച് കൂടുതൽ ഓർക്കാൻ പറ്റുന്നത്. കൂടുതൽ ജപിച്ചിട്ടാണെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മുടെ ആ 16 റൗണ്ട്സ് ഓഫ് ചാൻഡിങ്, മിനിമം ഹിയറിംഗ്, ഇതെല്ലാം സേവനം എല്ലാം ചെയ്തുകൊണ്ട് തന്നെ ആ 24 മണിക്കൂറിൽ കൂടുതൽ കൂടുതൽ സമയം ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്ന് നമ്മൾ നമ്മുടെ മനസ്സിന് തന്നെ ട്രെയിനിങ് കൊടുക്കണം. അത് ക്രമേണ ഒരു ഹാബിറ്റ് ആയിട്ട് മാറണം. എങ്കിൽ മാത്രമേ അവസാന നിമിഷം ഭഗവാനെ കുറിച്ച് സ്മരിക്കാൻ പറ്റൂ. ഇത് നാച്ചുറലി വരുന്നതല്ല. ഒരു സ്പോണ്ടേനിയസ്ലി വരണമെങ്കിൽ ആദ്യം സാധന കറക്റ്റ് ആയിരിക്കും. സാധനാ ഭക്തി കറക്റ്റ് ആയിട്ട്, ആ വിധി ഭക്തി വൈധി ഭക്തി കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ക്രമേണ അത് നമ്മുടെ ഹൃദയത്തിലുള്ള സ്പോണ്ടേനിയസ് ഇമോഷൻസിനെ ഇൻവോക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ അതൊരു തനിയെ വരത്തില്ല. കാരണം നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ എത്രയോ കാലങ്ങളായിട്ട് ജീവിക്കുകയാണ്. അന്നേരം ഇതുമായിട്ട് നമ്മൾ യൂസ്ഡ് ടു ആയി. അന്നേരം തിരിച്ച് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കണം ഭഗവത് ചിന്തകളിൽ. അന്നേരം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പോകണം. അതുകൊണ്ട് മനോനിയന്ത്രണം വളരെ അത്യാവശ്യമാണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷന്റെ ടോപ്പിക്. ദാറ്റ്സ് വാട്ട്. അതും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഹരി ഓം തത്സത്. എന്തെങ്കിലും ചോദ്യങ്ങൾ ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ ചോദിക്കാം. സർവപാലക പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് പ്രഭുജി. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഐദർ ചാറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കൈ പൊക്കിയാൽ മതി, നമുക്ക് അൺമ്യൂട്ട് ചെയ്യാം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആർക്കും സംശയമില്ല. ഹരേ കൃഷ്ണ പ്രഭു. എനിക്കൊരു ഡൗട്ട് ക്വസ്റ്റ്യൻ ഉണ്ട് പ്രഭുജി. യെസ് പ്രഭു വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു എങ്ങനെയാണ് മൈൻഡ് കൺട്രോളിന്റെ ഇമ്പോർട്ടൻസ്. യെസ്, നമുക്ക് ഈ തിയറിറ്റിക്കലി അറിയാം mind control is very important, but practically Prabhu, when we do some sadhana, അത് ചെയ്യുന്ന സമയത്ത് ചാൻഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എസ്പെഷ്യലി ചാൻഡ് ചെയ്യുന്ന സമയത്ത് കൂടുതലും ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് ഞാൻ പറയുന്നത്. സോ ഈ മൈൻഡ് ഈ പറഞ്ഞ പോലെ ഒരു 5 സെക്കൻഡിന് മേലെ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ. നമ്മുടെ 60,000 to 70,000 തോട്ട്സ് ആണല്ലോ നമുക്ക് വരുന്നത്. അപ്പോൾ ഇപ്പൊ റീസെന്റ് റിസർച്ചിലും ഒരു ലെക്ചറിൽ ഞാൻ കേട്ടിരുന്നു, മാക്സിമം ഒരു മനുഷ്യന് ഇപ്പൊ 8 സെക്കൻഡിനും കൂടുതൽ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. സോ 8 സെക്കൻഡ് മാക്സിമം ആണ് പറയുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് 8 സെക്കൻഡ് പോലും ഇല്ല. അപ്പോ ഇപ്പൊ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് എന്താണ് പ്രഭുവിന് തരാൻ പറ്റുന്ന എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ പ്രഭുജി? അതായത് നമുക്ക് ഇതില് കുറച്ചും കൂടെ ഇംപ്രൂവ് Personally, I have seen many devotees, bro, even in the path of bhakti. I don't know whether I can say this openly, but they take help of Ashtanga Yoga. They do some asanas. Even I've seen Gaurang Prabhu. Gaurang Prabhu, no matter how busy he is, every day he finds time to do some asanas, half an hour something. So, atrayonnum pattathillengilum, we should do. It is good actually, because ഈ ആസനങ്ങൾ എപ്പോഴാണ് ഒരു പ്രശ്നമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചാൻറ്റിങ്ങിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ആസനങ്ങളെ പിടിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതായത് ചാൻറ്റിങ്ങിനെ റിപ്ലേസ് ചെയ്തിട്ട്, കൃഷ്ണനെ റിപ്ലേസ് ചെയ്തിട്ട് യോഗ മാത്രം മതി എന്ന് പറയുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാഗവത്തിലെ സെക്ഷനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മെനി ഡിവോട്ടീസ് ആർ യൂസിങ് അഷ്ടാംഗ യോഗ.
They are becoming detached. Our mechanical ഇപ്പോൾ സാഖ്യയോഗം നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് കമ്മിങ് ഇൻ ദ ഭാഗവതം. സോ ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് ആക്ച്വലി ഫോർ അസ്. ഇപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം പറഞ്ഞതുപോലെ ഐദർ നമ്മൾ കൃഷ്ണനോടുള്ള ലവ് വളരെ സ്ട്രോങ് ആയിരിക്കണം, വിച്ച് ഇസ് വെരി ഡിഫിക്കൽട്ട്. ഇറ്റ്സ് ഹാപ്പൻസ് ഓൺലി വിത്ത് പ്യുവർ ഡിവോട്ടീസ്. ആ പ്യുവർ ലവിന്റെ സഹായത്തോടു കൂടി നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനെയൊക്കെ ക്രോസ് ചെയ്യാൻ പറ്റും. ഒബ്സ്റ്റക്കിൾസ് ഒന്നും ഒരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് തോന്നത്തില്ല. പക്ഷെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയില്ല എങ്കിൽ ഇറ്റ് ഈസ് ഗുഡ് ടു യൂസ് സം മെക്കാനിക്കൽ പ്രോസസ് ഓൾസോ ടു ഹെൽപ്പ് us ഫോക്കസ് ഓൺ കൃഷ്ണ. അന്നേരം പല പല ഭക്തരും ജസ്റ്റ് ലൈക്ക് ദേ കൺട്രോൾ ദിയർ ഡയറ്റ്, ഫുഡ്, ചില ഓപ്പുലന്റ് ആയിട്ടുള്ള ഫുഡ് ഒന്നും എടുക്കത്തില്ല. And that we can see in the life of Srila Raghunath Das Goswami also. All the Goswamis of Vrindavan, they don't have to do all these things. They are doing as part of their love for Krishna is so strong that they are naturally forgetting their eating, sleeping, and all these things. So similarly, even in Srila Prabhupada's life, we can see, he is controlling, having a controlled life and all these things. So we ourselves should understand എത്രത്തോളം നമുക്ക് ഒരു ഡിറ്റാച്ച്മെന്റ് വേണം എന്ന് പറയുമ്പോൾ. അന്നേരം കുറച്ച് നമ്മുടെ ബോഡിയെ കുറിച്ച് കുറച്ച് സ്റ്റഡി ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. ജസ്റ്റ് ലൈക്ക് നമുക്ക് കുറച്ചും കൂടെ ബോഡി, ഉദാഹരണ പ്രഭുജി എത്ര തിരക്കുണ്ടെങ്കിലും മസാജിന് വേണ്ടി ടൈം കണ്ടെത്തുക. കാരണം ആ മസാജ് ചെയ്യുമ്പോൾ പ്രഭുപാദിന് കൂടുതൽ ഊർജം കിട്ടും. മോർണിംഗ് വാക്കിന് ടൈം കണ്ടെത്തുന്നുണ്ട്. അന്നേരം ഈ യോഗ എന്ന് പറയുമ്പോൾ ടു കീപ് അവർ ബോഡി ഫിറ്റ്, അവർ മൈൻഡ് പീസ്ഫുൾ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ചാൻറ്റിങ് എന്ന് വളരെ കുറച്ചും കൂടി ഈസി ആയിരിക്കും. So personally, I also do asanas and all these things. Then adake cheyyumbol I get some energy to chant nicely, read nicely. Otherwise, when I was not doing idu cheyyatha samayathokke namukku orakkam koodudal control cheyan pattunnilla. Even നമ്മൾ കുറച്ചും കൂടി ഇമോഷണൽ ആയി പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. കാരണം നമ്മുടെ വായു, പ്രാണവായുവും ഇമോഷൻസും ആയിട്ടൊക്കെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. I wanted to share that also, just like നമ്മുടെ ആയുർവേദം അനുസരിച്ച് കഫം, വാദം, പിത്തം നമുക്കറിയാം. അന്നേരം വാദം എന്ന് പറയുന്നത് ഈഥറും വായു കൂടെ ചേരുമ്പോഴാണ് അത് വാദം എന്ന് പറയുന്നത്. അന്നേരം ഈ വാദം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഇമോഷൻസിനെ അഫക്റ്റ് ചെയ്യും ഒരു പർട്ടിക്കുലർ രീതിയിൽ. ഇനി പിത്തം എന്ന് പറയുന്നത് തന്നെ ഫയറും വാട്ടറിന്റെ ലെവല്, അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് പിത്തം വരുന്നത്. വാട്ടറും എർത്തും കൂടെ ചേരുമ്പോഴാണ് കഫം വരുന്നത്. അന്നേരം ഇതൊക്കെ ഇതിന്റെ പ്രൊപ്പോർഷൻസ് കൂടുന്നതും കുറഞ്ഞതും അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ ദേഷ്യം കൂടും, അങ്ങനെ കുറെ റെസ്റ്റ്ലെസ്നെസ് കൂടും. അന്നേരം നമ്മൾ പോലും അറിയാതെ നമ്മളെ ഇതൊക്കെ അഫക്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ നമ്മുടെ ഭഗവാന്റെ അടുത്ത് നമ്മളെ എത്തിക്കാൻ വേണ്ടി യുക്ത വൈരാഗ്യം എന്ന് പറയുന്നില്ലേ നമ്മൾ. ജസ്റ്റ് ലൈക്ക് സാധാരണ രീതിയിൽ നോക്കുകയാണെങ്കിൽ സന്യാസി ഒരിക്കലും പുറത്ത് ട്രാവൽ ചെയ്യാൻ പാടില്ല, പുറം വിദേശ രാജ്യങ്ങളൊന്നും പോകാൻ പറ്റില്ല. ബട്ട് പ്രഭുപാദ് വെന്റ് ഫോർ പ്രീച്ചിങ് പർപ്പസസ്. സോ സിമിലർലി നമ്മുടെ ബോഡിയെ മാക്സിമം ഭഗവാന്റെ സേവനത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം, അതിനു വേണ്ടി നമ്മൾ ഏതൊരു മാർഗവും സ്വീകരിക്കാം. ഓഫ് കോഴ്സ് ഇൻ എ റൈറ്റ് വേ, വിച്ച് ഇസ് നോട്ട്, അത് നമ്മുടെ ബേസ്മെന്റിനെ തെറ്റിക്കാനും പാടില്ല. നമ്മുടെ വിശ്വാസം, നമ്മുടെ ആ ഫിലോസഫി, അടിസ്ഥാനപരമായിട്ട് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ ഭഗവാന്റെ ആ ഒരു ഭക്തിയിലേക്ക് നമുക്ക് എന്തൊക്കെ സഹായകരമായിട്ട് വരുമോ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് ഡൗട്ട് ക്ലിയർ ആണോ പ്രഭു? യെസ് പ്രഭുജി, താങ്ക് യു സോ മച്ച്. പ്രഭു പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ബിക്കോസ് നമ്മൾ തീരെ ഇപ്പോ സാധനയുടെ പേരിൽ ബോഡി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ തീരെ ഇല്ല. ആക്ച്വലി കുറെ നമുക്ക് ടൈം അതിന് വേണ്ടിയിട്ട് ആക്ച്വലി കണ്ടെത്തുന്നില്ല. എസ്പെഷ്യലി എൻ്റെ കാര്യമാണ് പറയുന്നത്. ബിക്കോസ് കാലത്ത് 7 മണിക്ക് 7:15 ഓഫീസിൽ പോകണമെങ്കിൽ അതിനു മുമ്പ് ചാൻറ്റ് ചെയ്യണമെങ്കിൽ ബാക്കി ചില കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ ഈവനിങ്ങിലും അതേപോലെ തന്നെ വേറെ സ്കെഡ്യൂൾസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ കോൺഷ്യസ്ലി ഒന്നും ചെയ്യുന്നില്ല ബോഡിക്ക് വേണ്ടിയിട്ട്. സോ അത് അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നുണ്ട്. അതെങ്ങനെയെങ്കിലും പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കണം എന്ന് ആഗ്രഹമുണ്ട്. താങ്ക് യു സോ മച്ച്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഇല്ലാന്ന് തോന്നുന്നു സർവപാല പ്രഭു. സോ വോട്ട് ഓഫ് താങ്ക്സ് പ്ലീസ്.
Okay, Prabhuji. Thank you. Hare Krishna, Sundar Saka Prabhu. Thank you so much, Prabhuji, Thank you, sir. for the wonderful class as usual. Thank you. So, Very good. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് താങ്കൾ ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് ഇസ്കോൺ അവതാരി ദേശിന്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. Thank you, Prabhu. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇന്നത്തെ ക്ലാസ്സും. പിന്നെ നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ചർച്ച ചെയ്തു. സ്പെഷ്യലി മൈൻഡ് കൺട്രോളിനെ കുറിച്ചായിരുന്നു ഇന്നത്തെ നമ്മുടെ മെയിൻ എജൻഡ. സോ പ്രഭു ഒരുപാട് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് എക്സാമ്പിൾസിലൂടെ പ്രഭു എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു ഞങ്ങൾക്ക്. ശരീരബോധത്തിൽ നിന്ന് എങ്ങനെ മോചനം നേടാം, അത് ശരീരത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് മോചനം നേടാം എന്നുള്ളതായിരുന്നു നമ്മുടെ മെയിൻ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. സോ താങ്ക് യു സോ മച്ച് പ്രഭു. കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ എനിക്കൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹമുണ്ട്. താങ്കളുടെ ഫേസ്ബുക്കിലെ ഡെയിലി ശ്രീമദ് ഭാഗവതം ക്ലാസ്സസ് വളരെ നന്നായി തന്നെ പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ താങ്കളുടെ ക്ലാസ്സുകൾക്ക് ഒരുപാട് പ്രത്യേകത തോന്നാറുണ്ട്. കാരണം ഒരുപാട് ഉദാഹരണങ്ങൾ ലൈക്ക് എക്സാമ്പിൾസ് താങ്കൾ ക്ലാസ്സിൽ പറയാറുണ്ട്. സോ അത് ആക്ച്വലി അങ്ങനെ പറയുന്നത് കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് എളുപ്പത്തിൽ അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും, അതായത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഫിലോസഫി യു ആർ presenting it with lot of examples. So because of that we are able to understand that philosophy, difficult philosophy easily. So that is one of the speciality for you actually. So thank you so much for that. ആ ഒരു ടിപ്പിക്കൽ ഒരു സ്റ്റൈലിലാണ് താങ്കൾ ക്ലാസ്സസ് എടുക്കുന്നത്. അത് വളരെ ഹെൽപ്ഫുൾ ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. കേരളത്തിൽ ആക്ച്വലി താങ്കളെ പോലുള്ള പവർഫുൾ ആയിട്ടുള്ള മലയാളം സംസാരിക്കുന്ന സ്പീക്കേഴ്സ് വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ പ്രീച്ചിങ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ആൾക്കാരുടെ, നമ്മളടക്കമുള്ള ആൾക്കാരുടെ വേ ഓഫ് തോട്ട്സും അല്ലെങ്കിൽ സ്കൂൾ ഓഫ് തോട്ട്സ് എന്താണ് നമ്മൾ പഠിച്ചിരുന്നത്, കേട്ടിട്ടുള്ളത്, അതിൽ നിന്ന് ഒരു ചേഞ്ച് വരുത്താൻ അല്ലെങ്കിൽ ഒരു ട്രാക്ക് മാറ്റാൻ അത്ര എളുപ്പമല്ല. സോ അതിന് വളരെ പവർഫുൾ ആയിട്ടുള്ള സ്പീക്കേഴ്സ് തന്നെയാണ് വേണ്ടത്, അതിനൊരു സംശയമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഗുരുവായൂരപ്പൻ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് താങ്കളെ ആക്ച്വലി ഇപ്പോൾ ഇസ്കോൺ ഗുരുവായൂരിൽ എത്തിച്ചിട്ടുള്ളത്. സോ ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും ശ്രീല പ്രഭുപാദിന്റെയും അതുപോലെ തന്നെ സമസ്ത വൈഷ്ണവ ഗുരു ജനങ്ങളുടെയും ആഗ്രഹം പോലെ നമ്മുടെ ഈ കൃഷ്ണാവബോധം ലോകമെമ്പാടും പ്രചരിക്കുന്നതിനും അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്കും ജീവിതത്തിലെ പരമലക്ഷ്യമായ ഭഗവത് സാക്ഷാത്കാരം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സുന്ദർ സക്ക പ്രഭുവിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഉന്നതി ലഭിക്കുന്നതിന് വേണ്ടിയും നമ്മളെപ്പോലുള്ള ലോകമെമ്പാടുമുള്ള മലയാളികളായ ബദ്ധ ജീവാത്മാക്കൾക്ക് ഭഗവാനെ കുറിച്ച് നമ്മുടെ മലയാള ഭാഷയിൽ തന്നെ പ്രഭു ഇതുപോലെ ക്ലാസ്സസ് തരുന്നതിനും ഇതിനും കൂടുതൽ ഇനിയും കൂടുതൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ക്ലാസ്സസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ അറിവ് പകർന്നു തരുന്നതിനും വേണ്ടി ഞങ്ങൾ താങ്കളെ കൂടുതൽ എന്താ പറയാ പവർഫുൾ ആക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ഭഗവാൻ അനുഗ്രഹിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രഭുജി. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. താങ്ക് യു സോ മച്ച് പ്രഭുജി. പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഹിസ് ഗ്രേസ് ബഹുരൂപ് നരസിംഹ പ്രഭുവിനെ ഇവിടെ 2 വാക്ക് പറയാൻ വേണ്ടി അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, അദ്ദേഹം നമ്മുടെ യാത്രാ ലീഡറാണ്. ഹരേ കൃഷ്ണ പ്രഭുജി, നിന്റെ പ്രണാം. പ്രഭുജി നന്നായിട്ടുണ്ട് ക്ലാസ്. പ്രഭുജിക്ക് ഒരു ദിവസം എത്ര ക്ലാസ് ഉണ്ട്? ഭാഗവതമാണ് എല്ലാ ദിവസവും. എല്ലാ ദിവസവും രാവിലെ ഭാഗവതം ബ്രോ, അതാണ് എല്ലാ ദിവസവും. ഈവനിങ് ഫ്രീ ആണോ? എന്താണ് ബ്രോ, എന്തെങ്കിലും സേവനം? ഈവനിങ് ഫ്രീ ആണോ?
പൊതുവെ ഇപ്പൊ ഇതുവരെ ഒന്നും ഇല്ല ബ്രോ, എൻഗേജ്മെന്റ്സ് ഒന്നും ആയിട്ടില്ല. അപ്പൊ നമുക്ക് ഈവനിങ്ങിൽ ഒരു ഇംഗ്ലീഷ് പ്രോഗ്രാംസ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക് ഓരോന്ന് വെച്ചാലോ? ഒരു ഇന്റർനാഷണൽ ക്ലാസ് അബുദാബി ബേസ് ചെയ്യാം, നമുക്ക് മറ്റോടത്തു നിന്നൊക്കെ കാൻവാസ് ചെയ്യാം. ശരി ബ്രോ, ആസ് പെർ പ്രഭു പറഞ്ഞാൽ മതി, അതിനനുസരിച്ച് നമുക്ക് നോക്കാം. ഷുവർ ബ്രോ. ഒരു കംഫർട്ടബിൾ ആയിട്ട് ഒരു വീക്കിലി 1 ക്ലാസ് ഇംഗ്ലീഷിൽ. താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നില്ല, കുട്ടികളുടെ വെക്കേഷൻ എങ്ങനെയാണെന്ന് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇംഗ്ലീഷില് കുട്ടികളുടെ ഒരു ഓറിയന്റേഷൻ ക്ലാസ് 5 days അതും വെക്കാം നമുക്ക്. ഇത് നമുക്ക് റിലേഷൻ കീപ്പപ്പ് ചെയ്യാൻ വീക്കിലി വൺസ് ഒരു ഈവനിങ് ക്ലാസ്. ടോപ്പിക്സ് എന്താണെന്ന് പ്രോ പറഞ്ഞാൽ മതി, അതിനനുസരിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് പ്രഭുവിന് ഇങ്ങനെ സ്ട്രക്ചേർഡ് ടോപ്പിക്സ് ഉണ്ടാ, നമുക്ക് സീക്വൻസിൽ പോകാൻ നല്ലത് ഒരു പക്ഷേ ഇങ്ങനെ അസോർട്ടഡ് ആയി